Hi, hello, good evening. Welcome to 90 Plus Double Part Tuition, the world's first learning assurance model. I'm Anaka and I'm your biology tutor for today. Hi, Devananda. Hi, Deeksha. Good evening. Good evening. How are you all doing? എല്ലാരും സുഖായിരിക്കുന്നോ? Yes. Hi, Krishna Priya, Harihar, and Priya. Yes, good evening, Amarnath. Can you all just turn on your camera? Kessa, good evening. Ashwin, Urmila. Yes, Advait. Advait, you were there in the last class? ഇന്നലത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? Yes, ma'am. Your camera was off, right? ഇന്നലെ ക്യാമറ ഓൺ ആയിരുന്നില്ല. അല്ലേ? Ma'am, some net issues are Yes? there. That's why. Okay, okay. Okay, okay. That's fine. That's fine. I was just asking. കാരണം എനിക്ക് മുഖം ഓർമ്മയില്ല ഇന്നലെ കണ്ടതായിട്ട്. അതുകൊണ്ട് ചോദിച്ചതാണേ. That's okay. That's fine. Okay, ma'am. Okay? Fine. Okay. Yeah, yeah, yeah. Hi, Kessa. Good evening. Kessa പുറത്താണോ? You are about to reach home? Yeah? No, ma'am. Yeah? No, ma'am. ഇല്ല. Okay. Okay, okay, fine, fine. Okay, hi Shreya, good evening. Shreya, you were there in the last class? ഇന്നലത്തെ ക്ലാസ്സില്? Yes? Okay, but your camera was off, right? ടീച്ചർ ഞാൻ സാറിന്റെ ക്ലാസ്സിലായിരുന്നു. ഇന്നലെ Okay, fine, fine, fine. Okay, okay, okay. ഇന്നലെ day 2 adolescence. You already attended the day 2 of adolescence? Yes? യെസ്. Yes? Okay, fine, fine. Okay. Today it is going to be workout session. Okay, hi Rishwa. Those whose cameras are off, can you just turn it on? Sriram, Aradhya, good evening. Issa, Shrita, Amarnath, Angelina, can you all just make sure that your camera is on? So I hope that everyone is doing well and good and healthy. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? നല്ലതായിരുന്നോ? Yes? How was your school today? It was good? Yes? എന്തായിരുന്നു കൃഷ്ണപ്രിയയ്ക്ക് ഒരു സങ്കടം? Tell me, what happened? എവിടെ കൃഷ്ണപ്രിയ എവിടെ? Yes, Adnan. How are you doing? Good? Yes, miss. Yes. How was your day, Adnan? It was very good. It was very good. Great, great, great. Okay. Yes, Krishnapriya പറഞ്ഞേ, what happened? How are you? മാം മിസ് ഞാൻ പെട്ടെന്ന് ആ ഇമോജി വന്നതാണ്. ഞാൻ Okay. ചിരിക്കുന്ന ഇമോജി അടിക്കാൻ നോക്കിയതാണ്. Okay, fine, fine. കുഴപ്പമില്ല. Hi, Dhruv. Dhruv, I think you were not there in yesterday's class, right? Yes, teacher. Dhruv, ഇന്നലെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. Okay, Dhruv, you have attended day 1, right? Day 1 ൽ ഉണ്ടായിരുന്നില്ലേ? Yes. Yes, okay. So Dhruv, today it will be day 2 workout session. അത് നമ്മൾ ഇന്നലെ പോയിട്ടുള്ള concept sessionന്റെ workout ആയിരിക്കും. We will be doing questions related to that concept. But no worries. You can watch the recorded session after the session. Okay, ഇന്നത്തെ സെഷന് ശേഷം recorded sessions ഇന്നലത്തെ കാണാം. But anyways, we will have a quick recap. നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റും നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാം നമ്മൾ ഒന്ന് പെട്ടെന്ന് റീക്യാപ്പ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് എവ്രി വൺ വിൽ ഗെറ്റ് എൻ ഐഡിയ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, ഫൈൻ. യെസ്, സോ വിൽ ബി ഡൂയിങ് ഇറ്റ് ഇൻ എ ക്വിക്ക് വേ. വി വിൽ നോട്ട് ബി ഗോയിങ് സ്ലൈഡ് ബൈ സ്ലൈഡ്. പിന്നെ നമ്മൾ മെല്ലെ മെല്ലെ ആയിരിക്കില്ല. നമ്മൾ ഇന്നലെ ഓൾറെഡി പഠിച്ചതല്ലേ. എത്ര പേര് വായിച്ചു? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് സത്യസന്ധമായിട്ട് ഹോണസ്റ്റ് ആയിട്ട് ഇന്നലെ നമ്മൾ എടുത്ത ടോപ്പിക്സ് ഒന്ന് ഒറ്റവട്ടെങ്കിലും വായിച്ചവര് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഹോണസ്റ്റ് ആയിട്ട് മതിയെ. ഞാൻ ചുമ്മാ ചോദിക്കുന്ന, ഇറ്റ്സ് നോട്ട് എ നെസസറി തിങ്, ബട്ട് ഐ ടോൾഡ് യു റൈറ്റ്, ഇറ്റ്സ് ഗുഡ് ടു റീഡ് അബൌട്ട് ദാറ്റ്. വായിച്ചവരൊന്ന് പറഞ്ഞേ, എത്ര പേര് വായിച്ചു? എത്ര പേർക്ക് വായിക്കാൻ സമയം കിട്ടി? ഹായ് ഹാരോൾഡ്, വൈഗ, ശ്രീധ്വനി, ഗുഡ് ഈവനിങ്. യെസ്, ഓക്കെ ഓക്കെ, വായിച്ചു. കുറച്ചു പേരൊക്കെ വായിച്ചു. ഗ്രേറ്റ്. ഓക്കെ, പെർഫെക്റ്റ്. യെസ്, ഐ ഹോപ്പ് എല്ലാവർക്കും ക്ലിയർ ആണ്. വായിച്ചതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം എന്തെങ്കിലും തോന്നിയായിരുന്നോ? ഓർ ഇസ് ഇറ്റ് ക്ലിയർ? എനിവേസ് വി വിൽ ഹാവ് എ ക്വിക്ക് റീക്യാപ്പ്. ഓക്കെ, സോ ദാറ്റ് വി വിൽ go through that once again. But before that, let me just discuss your marks. ഇന്നലെ നമ്മൾ നടത്തിയിട്ടുള്ള നമ്മുടെ ഡെയിലി എക്സാമിന്റെ മാർക്സ് നമുക്കൊന്ന് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, so I think only a single student has scored 10 out of 10. But many more students have scored around 9 out of 10. That's good, right? So Jasul nairunnu 10 out of 10 kittiyது. Jasul, I'm not sure whether he's there in the class now. I think he's not there. But anyways, and many of you have scored 7, 8, and that's good, right? നമ്മൾ ഇന്നലെ കുറച്ചധികം പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. And I think when you go back ഇന്നത്തെ workout sessionലൂടെ it will be clear. Even if you have some doubt, it will be clear. Okay? Yes.
Rishwa, I think, yeah, I have your name. Let me see, but okay, fine. Rishwa, it is seen as 9, right? Okay, yeah, you have obtained 9, I guess. Then, കുറച്ചു പേർക്ക് there are some students with less score, but that's okay. We can improve that. We can work on that. ഇന്നത്തെ സെഷനിൽ ശ്രദ്ധിച്ചിരിക്കുക. Okay, those who have obtained less marks, അതായത് it's okay, it's fine. We will figure that out. നമ്മൾ എന്ത് ചെയ്യണം? ഇന്നത്തെ റീക്യാപ് സെഷനിൽ കുറച്ചും കൂടെ അറ്റൻറ്റീവ് ആയിട്ടിരിക്കുക, സോ ദാറ്റ് ഇന്നലെ പഠിച്ച ടോപ്പിക്സ് നമ്മൾ ഒന്നും കൂടെ റിവൈസ് ചെയ്യും. ഫൈൻ. ആൻഡ് അതിനുശേഷമായിരിക്കും നമ്മൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Is that clear, everyone? Yes? Is that clear? Okay, enna namukku start ചെയ്താലോ? Can we just get started with the recap of our day 2 concept? A quick recap, okay? A quick recap. After that, we will start working out the questions. appo questions work out ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ക്ലിയർ ആയിരിക്കണം? നമ്മൾ ഇന്നലെ പഠിച്ച ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. നമ്മൾ അത് ഒന്നും കൂടെ നമ്മൾ അതിലൂടെ ഒന്ന് പെട്ടെന്ന് പോയിട്ട് വരും. And along with that, I will try to give you some time to learn those particular topics. Okay, ഞാൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണെന്നും നിങ്ങൾ പലരും വായിച്ചു വന്നിട്ടുണ്ട്. ഇനി അങ്ങനെ സമയം കിട്ടാത്തവർക്ക് we will definitely try to allow some time so that you can go through it. പക്ഷെ നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്യണം. ക്ലിയർ അല്ലേ? Yes? Okay. So we can just get started. No ma'am, studying for class test. Advait, I didn't get that. What did you mean? എനിക്ക് മനസ്സിലായില്ല. അദ്വൈത് എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. Okay, fine, Kessa. Good. I'm not going to school. Okay, Diksha, I hope you are doing good. Yes, your health is fine. Take care. Okay. Or if there is some other reason, it's okay. It's fine. I was just asking. Fine. Okay. So I hope my screen is now visible to everyone. And today we will be going to just have a quick recap of what all we have learned yesterday. Fine. Okay, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത് ഹെയർ ഗ്രോത്തിനെ പറ്റിയായിരുന്നു അല്ലെ? നമ്മൾ എന്തൊക്കെയാ ഹെയർ ഗ്രോത്തിൽ പറഞ്ഞത്? എവിടേക്കാ ഹെയർ ഗ്രോത്ത് വരുന്നത്? ഓർമ്മയുണ്ടോ? എവിടേക്കാ ഹെയർ ഗ്രോത്ത് വരുന്നത്? ശ്രീധ്വനി പറഞ്ഞേ. ശ്രീധ്വനി, യു റിമെമ്പർ നമ്മൾ എവിടേക്കാ ഹെയർ ഗ്രോത്ത്? ഡ്യൂറിങ് പ്യൂബർട്ടി there are certain changes with the body hairs, right? എവിടേക്ക് ബോഡി ഹെയർസ് വരുന്നതായിട്ട് നമ്മൾ പറഞ്ഞു? ധ്യാൻ, please make sure that you are paying attention in the class. Okay, fine. Yes, Advait, that's correct. Armpits. കൃഷ്ണപ്രിയ പറഞ്ഞേ pubic regions. Very good. Under the arms. Face. Okay, face il evidekya varunathu bro? Pubic areas. Pubic region, pubic hair, right? Pubic area, pubic hair. So pubic hair is coming in the genital areas. Good. Pubic hair is there. Okay, perfect. Now I would like Anna, tell me some other regions other than pubic hair. What else we discussed? Armpit, face, Armpits, and for face. boys, chest and backside. Chest and back. Okay, perfect. For boys there is chest hair and the hair at the back അല്ലേ? അപ്പോ ഇവിടെ എല്ലാം as we mentioned ഈ hair growth complete ആവുന്നത് when they step on to adulthood. adulthood ഇത് complete ആവുന്നത് അല്ലേ? Around the age of maybe 20 to 25 it might be, and it varies from one individual to individual. hair growth complete ആവുന്നതൊക്കെ ആ ഒരു 18 to 21. anyways it will be like that. And it varies from one individual to individual. Some people will have growth in their hair growth in their chest and back, right? As we discussed. Yes, Niranjan, you would like to add something, some other point? I wanted to say the answer. You tell me, in case of boys, there will be facial hair development, right? What all those hairs are called as? In facial hair, there will be mustache. Very good. Mustache and beard. Mustache and beard. Correct. Okay. Fine. So I think hair and the beard are same. Mustache and beard are same. Mustache എന്ന് പറഞ്ഞ മീശ, beard എന്ന് പറഞ്ഞ താടി. Beard. Mustache is Nisha, beard is Tadi. I'll just write it here. If you need the spelling, I can write it here. Okay. Facial hair in the it is correct. But as you can see, I think this spelling is right here, right? Yes. Mustache and beard is right here. Is it clear, everyone? Yes? Okay, fine. Now we are moving on to next. Hariha, if you have some doubt, please let me know. You have some doubt? No, right? It's clear, right? Clear, alle? Yes, Okay, ma'am, fine. I know Cool. there is some Adnan, I answer. hope it is clear. Okay, ഞാൻ അടുത്ത questions വരുന്നുണ്ട്. Okay, we can discuss it further. Fine? Yeah. Okay, then we discussed about pimples and acne. Alle? So what is acne? What is acne? If I ask you like what is acne? എന്തായിരിക്കും acne?
ധ്യാൻ പറഞ്ഞേ, വാട്ട് ഇസ് ആക്നെ? The pimples in the face. റൈറ്റ്, ഓക്കെ. സോ പിമ്പിൾസ് ഫേസിൽ വരുന്ന ഒരു കണ്ടീഷൻ ആണ് ആക്നെ, അല്ലേ? റൈറ്റ്. സോ പിമ്പിൾസ് ആർ വാട്ട്? ഓക്കെ, ഫൈൻ, വെരി ഗുഡ്. നൗ ഐ വിൽ ആസ്ക് വാട്ട് ഇസ് പിമ്പിൾസ് ദെൻ. കൃഷ്ണപ്രിയ പറഞ്ഞേ, വാട്ട് ആർ പിമ്പിൾസ്? reddish color. വെരി ഗുഡ്, റെഡിഷ് കളേർഡ്, അല്ലെ? റെഡിഷ് കളേർഡ് ആയിട്ടുള്ള small pimples will appear, right? That is what we call it as. Called acne. അപ്പൊ ആക്നി എന്ന് പറയുന്നത് ഒരു സ്കിൻ കണ്ടീഷൻ ആണ്. ആ കണ്ടീഷനിൽ നമുക്ക് എന്താ വരുന്നത്? ഈ പിമ്പിൾസ് ഡെവലപ്പ് ആവുന്നുണ്ട്, അല്ലെ? സോ ആക്നി ഇസ് എ സ്കിൻ കണ്ടീഷൻ. ആ സ്കിൻ കണ്ടീഷൻ നമുക്ക് എങ്ങനെയാ പുറത്തേക്ക് കാണുന്നത്? ആസ് പിമ്പിൾസ്. നമുക്ക് കാണുന്ന മാനിഫെസ്റ്റേഷൻ. വാട്ട് ഇസ് മീൻ ബൈ മാനിഫെസ്റ്റേഷൻ? വിസിബിൾ സൈൻ, അല്ലെ? വിസിബിൾ സൈൻ എന്ന് വെച്ചാൽ എന്താ? പുറത്തേക്ക് കാണുന്ന സൈൻ ആണ് പിമ്പിൾസ്. ക്ലിയർ ആണോ? സോ ആക്നി ഇസ് എ സ്കിൻ കണ്ടീഷൻ in which pimples are the visible sign of it, അല്ലെങ്കിൽ manifestation of it. ക്ലിയർ അല്ലേ? നമുക്ക് പനിയാണ് നമുക്ക് എങ്ങനെ അറിയുന്നത്? ടെമ്പറേച്ചർ കൂടുന്നത്, അല്ലെ? അപ്പൊ ടെമ്പറേച്ചർ കൂടുക എന്ന് പറയുന്നത് ഒരു മാനിഫെസ്റ്റേഷൻ ആണ്, നമുക്ക് അറിയുന്ന ഒരു വിസിബിൾ സൈൻ ആണ്, അല്ലെ? റൈറ്റ്. അങ്ങനെയുള്ള ഒരു എക്സാമ്പിൾ വെച്ച് കണക്ട് ചെയ്യാം. സോ ആക്നി ഇസ് എ സ്കിൻ കണ്ടീഷൻ. അതിൽ ചിലപ്പോൾ പിമ്പിൾസിന് പുറമെ ആയിട്ട് മറ്റ് സ്കിൻ പ്രോബ്ലംസും വരാം, റൈറ്റ്? ബട്ട് പിമ്പിൾസ് ആർ ദ വിസിബിൾ സൈൻ. ഓയിലാണോ അത് വരുന്നത്? ഫേസിലത്തെ ഓയിലി സ്കിൻ ആവുമ്പോഴാണ്. റൈറ്റ്, യെസ്. നമ്മൾ പഠിച്ചില്ലേ ഇൻക്രീസ്ഡ് ആക്ടിവിറ്റി. ആൻഡ്രിയ പറഞ്ഞ എന്തുകൊണ്ടാ, എങ്ങനെയാ ആക്നി പിമ്പിൾസ് ഡെവലപ്പ് ആവുന്ന? ആൻഡ്രിയ, യു റിമെമ്പർ? Somebody's mic is on. Can you just make sure that it is off? Andrea അല്ലാതെ, അല്ല ആൻഡ്രിയയുടെ അല്ല, somebody's else mic is on. Can you just make sure it is off? Okay, ആൻഡ്രിയ പറഞ്ഞോളൂ. Pimples. Oily skin ആവുമ്പോ വരും. അപ്പൊ ഓയിൽ ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓർമ്മയുണ്ടോ? നമ്മൾ എന്തിന്റെ ആക്ടിവിറ്റി കൂടുമ്പോഴാന്നാ പറഞ്ഞേ? യു ഓൾ റിമെമ്പർ? ആലോചിച്ച് നോക്കിക്കേ. ദേവനന്ദ, യു റിമെമ്പർ? ഇറ്റ്സ് ഓക്കെ ആൻഡ്രിയ. ആൻഡ്രിയ, ഐ തിങ്ക് യു ആർ നോട്ട് ദെയർ ഓൺ ദ ഫസ്റ്റ് ക്ലാസ്. നമ്മൾ ഫസ്റ്റ് സെഷനിലാണ് മെയിൻ ആയിട്ട് അത് ഡിസ്കസ് ചെയ്തത്. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. യാ, വി വിൽ ഡിസ്കസ് ഇറ്റ്. ഓക്കെ ദേവനന്ദ, യു റിമെമ്പർ? Ma'am, during the No? adolescence. Yeah, during adolescence, what is happening? During puberty, what is happening? എന്തായിരുന്നു ആ ചേഞ്ച്? യെസ്, ഹരിഹർ, ടെൽ മീ. Ma'am, sebaceous gland. വെരി ഗുഡ്. സെബേഷ്യസ് ഗ്ലാൻഡ്. എന്താണ് ഈ സെബേഷ്യസ് ഗ്ലാൻഡ്? ദാറ്റ് ഇസ് ഓയിൽ ഗ്ലാൻഡ്, അല്ലേ? Sebaceous gland are also called as oil glands. When some particles are when dead cells form and the pimples will form. വെരി ഗുഡ്. അതായത് നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസ് ഉണ്ടാവും. ഇവരും അതേപോലെ തന്നെ നമ്മുടെ ഓയിൽ ഗ്ലാൻസ് എന്ത് ചെയ്യും? ഡ്യൂറിങ് പ്യൂബർട്ടി ദ ആക്ടിവിറ്റി ഓഫ് ദ ഓയിൽ ഗ്ലാൻസ് വിൽ ഇൻക്രീസ്. അപ്പൊ അവർ കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ആ എക്സസ് ആയിട്ടുള്ള ഓയിലും നമ്മുടെ ഡെഡ് സ്കിൻ സെൽസും കൂടെ അവിടെ നമ്മുടെ സ്കിന്നിലെ പോറുകളില്ലേ, ദർ ആർ സം പോർസ് ഇൻ അവർ സ്കിൻ, ഓക്കെ, ആൻഡ് ദാറ്റ് ആർ ഗുഡ്, ദേ ഷുഡ് ബി ഓപ്പൺ. പക്ഷെ അവരെ ക്ലോസ് ചെയ്യും. ദേ വിൽ ക്ലോഗ് ഇറ്റ്. ആരൊക്കെ? നമ്മുടെ ഡെഡ് സ്കിൻ സെൽസും ഓയിലും കൂടെ അതിനെ ക്ലോഗ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് അത് പിന്നീട് ഇൻഫെക്ഷൻസിലേക്ക് ലീഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് പിമ്പിൾസ് വരുന്നത്. ക്ലിയർ അല്ലേ? ആ പിമ്പിൾസ് എന്ന് പറയുന്നത് നമുക്ക് പുറത്തേക്ക് കാണുന്ന ഒരു വിസിബിൾ സൈൻ ആണ്. സംടൈംസ് ഒരു അണ്ടർലൈങ് ആയിട്ടുള്ള ആക്നി എന്ന് പറഞ്ഞൊരു സ്കിൻ കണ്ടീഷൻ ഉണ്ടാവാം. ഇസ് ദാറ്റ് ക്ലിയർ? യെസ്, ഓക്കെ, ഫൈൻ. മാം, ഐ ഹാവ് എ ഡൗട്ട്. വാട്ട് ഹാപ്പൻ ജസൂൽ? ടെൽ മീ. Can you just raise your hand and then tell me? Abhijit, is it clear so far? ഇതുവരെ ഉള്ളത് clear ആണോ? Abhijit, Hamad, then Pranav, Shrita, Sriram, is it clear so far? Urmila, I think some of your cameras are off. Can you just make sure it is on? Yes? Jasool പറഞ്ഞോളൂ. What is your doubt? Excuse me, ma'am. Yes. എനിക്ക് പിമ്പിൾസിന്റെ സെക്ഷൻ മനസ്സിലായില്ല. Okay, it's just that നമുക്ക് റെഡിഷ് കളർ ആയിട്ട് നമുക്ക് കാണുന്നില്ലേ? The reddish pimples, what we can see, the small. Okay, എന്റെ മുഖത്തൊന്നുണ്ട്. You can clearly see, I guess. So this is pimples, right? Yes. Now ഇത് നമുക്ക് പുറത്തേക്ക് കാണുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. ഈ റെഡിഷ് കളർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. That means it's a visible sign.
ഈ വിസിബിൾ സൈൻ എന്ന് പറഞ്ഞത് വെൻ വി ഹാവ് മൾട്ടിപ്പിൾ പിമ്പിൾ സംടൈംസ് ഡ്യൂറിങ് പ്യൂബർട്ടി, എസ്പെഷ്യലി ഡ്യൂറിങ് പ്യൂബർട്ടി നമ്മുടെ ഓയിൽ ഗ്ലാൻസിന്റെ ആക്ടിവിറ്റി കൂടുതലായിരിക്കും. സോ ദർ ആർ ഓയിൽ ഗ്ലാൻസ് ഇൻ അവർ ഫേസ് ആസ് വെൽ, ഇൻ അവർ സ്കിൻ, റൈറ്റ്? സോ ദീസ് ഓയിൽ ഗ്ലാൻസ് ദേ ബിക്കം വെരി ആക്റ്റീവ് ഡ്യൂറിങ് പ്യൂബർട്ടി. അവരുടെ ആക്ടിവിറ്റി കൂടിക്കഴിഞ്ഞാൽ ഓയിൽ ഗ്ലാൻസ് ആർ ഓൾസോ കോൾഡ് ആസ് സെബേഷ്യസ് ഗ്ലാൻസ്. അപ്പൊ ഓയിൽ ഗ്ലാൻസ് കൂടുതൽ ഓയിൽ സെക്രീറ്റ് ചെയ്യും. If we mean that if their activities increase, that means their secretion is also increasing. That means they secrete more oil. So if there is excess oil being produced by them, these oil and as well as നമ്മുടെ സ്കിന്നിൽ നോർമൽ ആയിട്ട് ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസ് ഇരിക്കുന്നുണ്ടാവും. That is why we say that we should wash the face regularly at least 2 times a day. അല്ലെ? നമ്മൾ ഡേർട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റു പാർട്ടിക്കിൾസ് ഉണ്ടാവും, ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസ് ഉണ്ടാവും, ഇതിനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാ. ബട്ട് സംടൈംസ് when the oil secretion is more, ഈ ഓയിലും ഈ ഡെഡ് സ്കിൻ സെൽസും കൂടെ ഒരുമിച്ച് ചേർന്ന് നമ്മുടെ സ്കിന്നിലെ ചെറിയ ചെറിയ പോർസ് ഉണ്ടാവില്ലേ, they will try to clog them. Usually this pores should be open, but sometimes they will try to clog them, and then it will lead to infections and pimples. Clear? Yes. Yeah. Camera on ആക്കുമ്പോൾ lag അടിക്കും. Okay, fine. Ashwin, that's okay. Dhruv, is it clear so far? Sridhwani, is it clear? Krishnapriya, Deeksha, Amarnath, is it clear? Yes. Christy, clear ആണോ? Urmila? Yes. Abhijit, everyone? Yes, ma'am, Advait, clear. follow ചെയ്യാൻ പറ്റുന്നുണ്ടോ? Adhika, Rishwa, Niket, are you there? Marcel, what about you, Marcel? Is it clear? Yes. Yes? Yes. Okay. I hope everyone is following. Essa, what about you, Essa? Are you there? Harold, Aradhya, what about you? Is it clear? I hope everyone is following. Okay? Yes, Krishnapriya, doubt undo? Adnan, is there any doubt? No, miss. Okay. പറഞ്ഞോളൂ. voice is not clear. What is not clear? Your voice sometimes, My voice? yeah. ഇല്ലല്ലോ. ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടോ? Somebody experience ഇല്ല. ഇല്ല. Okay, can you just check your network connection over there, Adnan? Please. Yes, Niranjan, tell me. Sometimes you are lagging. I'm lagging. Am I lagging to any of you? Anyone else? ഇല്ല. കുറച്ചു പേർക്ക് ഇല്ല. I think majority of them are saying no. No. Yes. Okay. I think, can you all just check? I think it's pretty good here. Okay. Sometimes. Okay. If in case sound break ആവുന്നുണ്ട്. ഇപ്പൊ ക്ലിയർ ആണോ എല്ലാം? Is the sound okay now? ഇപ്പൊ എല്ലാവർക്കും കേൾക്കുന്നില്ലേ? ക്ലിയർ അല്ലേ? ഇപ്പൊ ക്ലിയർ ആണ്. Okay, fine, cool. Okay, then we can continue, right? നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. So what is acne? Acne is a skin condition, right? Acne is a skin condition in which the small reddish pimples will appear, right? അപ്പൊ നമുക്ക് എന്ത് പറയാം? Acne is a skin condition, whereas pimples are the visible sign or manifestation of it. So what is acne എന്നുള്ളതിന്റെ ആൻസർ എന്താ? Acne is a skin condition in which pimples, which are small reddish pimples, will appear. അല്ലേ? Now, it is commonly visible on the face. And what is acne? Acne is a skin condition in which pimples are just a manifestation or visible sign of it. I hope it is clear to everyone. Right? Now we come to menstruation. എന്താണ് menstruation എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നലെ പഠിച്ചു. Now we will concentrate on what is actually required, right? അതായത് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I hope it is clear because yesterday we took a very long time and we discussed almost all the aspects. അല്ലേ? എന്താണ് അതിന്റെ ബയോളജിക്കൽ സൈഡ്, എങ്ങനെയാണ് മെൻസ്ട്രേഷൻ സംഭവിക്കുന്നത്, എത്ര തവണയാണ്, ഹൗ ഓഫൻ ഡസ് ഇറ്റ് ഹാപ്പൻ, അതിന്റെ ഡ്യൂറേഷൻ എങ്ങനെയാണ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു, റൈറ്റ്? Now we will see that how can we explain it in a single sentence or something. So normally നമ്മൾ commonly use ചെയ്യുന്ന വേർഡ് ആണ് periods, right? That is menstruation. അപ്പൊ എന്താ ശരിക്കും menstruation? It is actually bleeding, അല്ലേ? Bleeding means when the blood discharge occurs from the body, right? So when there is a blood discharge from the body, we call it as menstruation. അപ്പൊ എവിടുന്നാ blood വരുന്നത്? That is, it happens in females, right? It happens in girls after puberty. And the phase of the cycle, എന്ത് സൈക്കിൾ ആയത്? What is the whole cycle called as? ആർക്ക് ഓർമ്മയുള്ളേ നോക്കട്ടെ. ഓർമ്മയുള്ളവരൊക്കെ ഒന്ന് ചാറ്റ് ബോക്സിൽ അയച്ചേ. What was the whole cycle called as? Menstruation അതിലെ ഒറ്റ
ഫസ്റ്റ് ഫേസ് മാത്രമാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ മൊത്തത്തിലുള്ള സൈക്കിളിന് നമ്മൾ എന്താ പറഞ്ഞത്? യു ഓൾ റിമെമ്പർ? മാം, ക്യാൻ യു സീ മീ? അശ്വിൻ എസ്, അശ്വിൻ എവിടെയാ? അശ്വിൻ, ക്യാൻ യു ജസ്റ്റ് റേസ് യുവർ? ഇല്ല, എനിക്ക് കാണുന്നില്ല അശ്വിൻ. No, I cannot see you. Very good, Vaiga. Very good. What is a cycle called as? Very good, Harihar. എനിക്ക് 2 റെസ്പോൺസ് കാണാം. അദ്വൈത്, ഞാൻ ചോദിച്ചത് there is a whole cycle. നമ്മൾ പറഞ്ഞില്ലേ 28 to 30 days സൈക്കിൾ ഉണ്ട്. ആ സൈക്കിളിലെ ഒരു ഫേസ്, ഒരു പെർട്ടിക്കുലർ 2 to 7 days നടക്കുന്നത് മാത്രമാണ് മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ പീരീഡ്സ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പോ ആ മൊത്തത്തിലുള്ള സൈക്കിളിനെ നമ്മൾ എന്താ പറയുന്നേ? What is it called as? Abhijit പറഞ്ഞു. Abhijit, what is it called as? You remember? The whole cycle is called as? No. No? Can you just give it a try? Shritha, you remember? What is the whole cycle called as? ഓർമ്മയുണ്ടോ മൃദുൽ? ശ്രുതയ്ക്ക് ഓർമ്മയുണ്ടോ? മൃദുൽ, പ്രേംചന്ദ്ര, are you there? What is the whole cycle called as? മൃദുൽ പറയുന്നുണ്ടോ? ഓർമ്മയുണ്ടോ? I cannot hear you, മൃദുൽ. പ്രേംചന്ദ്ര, are you there? Christy, you remember? I can see many answers in the chat box. Really, really, really good. Yes, Marcel, tell me. What is the whole cycle called as? Christy, you tell me. You're saying something, Christy? Madam, I know. പറഞ്ഞോളൂ, എന്തായിരുന്നു? Come Madam, on. I don't know. Oh, that's okay. That's okay. That's fine. Yes. ആര്? അദ്നാൻ പറയുന്നുണ്ട്. Okay, അദ്നാൻ പറയോ. Ma'am, I have cold. Okay, take Yes. care, Amarnath. Menstrual cycle. വെരി ഗുഡ്. മെൻസ്ട്രൽ സൈക്കിൾ അല്ലെ? ഇവിടെ നിങ്ങൾക്ക് കാണാം മെൻസ്ട്രൽ സൈക്കിൾ ആണ് ദ ഹോൾ സൈക്കിൾ. അപ്പൊ ഈ മെൻസ്ട്രൽ സൈക്കിളിലെ ഒരു ഫേസ് മാത്രമാണ് എന്ത്? എന്താണ് ഒരു ഫേസ് മാത്രം, നിരഞ്ജൻ? വാട്ട് ഇസ് ദാറ്റ് വൺ ഫേസ് ഇൻ ദ ഹോൾ സൈക്കിൾ കോൾഡ് ആസ് വേർ ദ ബ്ലഡ് ഡിസ്ചാർജ് ഒക്കേഴ്സ്? വെരി ഗുഡ്, മെൻസ്ട്രേഷൻ അല്ലെ? മെൻസ്ട്രേഷൻ. സോ ദ ഫേസ് ഓഫ് ഈ സൈക്കിൾ എന്നുള്ള ഇവിടെ നിങ്ങൾ എന്ത് എഴുതണം? menstrual cycle അല്ലെ? So the face of one such face അല്ലെ? One of the face of the whole menstrual cycle when the blood discharge. എന്താ blood discharge എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ blood പുറത്തേക്ക് വരുന്നത് അല്ലെ? Blood discharge occurs from the body is what we call it as menstruation. Clear ആണോ എല്ലാവർക്കും? Is it clear to you? Any doubts? Any doubts? Is it clear? Sridhwani, Niranjan, Anna, clear ആണോ? മെൻസ്ട്രേഷൻ സൈക്കിൾ അല്ല, മെൻസ്ട്രൽ സൈക്കിൾ. ഓക്കെ, മെൻസ്ട്രൽ സൈക്കിൾ അതാണ് ദ ഹോൾ സൈക്കിൾ. 28 to 30 ഡേയ്സ് നോർമലി നമ്മൾ പറയുന്നത് 28 ഡേയ്സ് ആണ്. പക്ഷെ അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു മെൻസ്ട്രൽ സൈക്കിൾ 21 to 35 ഡേയ്സ് വരെ ആവാം. ഓക്കെ, ആൻഡ് ഓൾസോ in this particular whole cycle there is a particular phase, one such phase in the whole menstrual cycle, right? In the whole menstrual cycle where blood discharge occurs from the body is called as menstruation. Or നമുക്ക് blood discharge ന് പകരം എന്ത് പറയാം? bleeding എന്ന വാക്ക് യൂസ് ചെയ്യാം. You can also use the word bleeding. Is it clear, Hamma, Dhyan? Is it clear, Jasool, Sriram? Clear ആണോ? Yes? Okay, അങ്ങനെയാണെങ്കിൽ എല്ലാരും chat boxൽ അയച്ചേ. What is the first menstruation called as? What is the first menstruation called as? Ma'am, one of my friend got her first periods in school and she cried. Oh, okay, that's, yeah. That might be because there is a sort of fear that happens. അല്ലെ? ഇത് എന്തുകൊണ്ടാ വരുന്നത്? അല്ലെങ്കിൽ definitely when we see some sort of blood, because നിങ്ങൾ എല്ലാവരും കുട്ടികളാണ് അല്ലെ? ഈവൻ തോ നമുക്ക് എല്ലാവർക്കും ഇതിനെ പറ്റി അറിയാമെങ്കിലും പെട്ടെന്ന് when it actually comes, ഇത് നമ്മളെ അറിയിച്ചിട്ടില്ലല്ലോ വരുന്നത്. ഞാൻ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ, ഈ ദിവസം ഞാൻ വരുന്നു പറഞ്ഞിട്ടല്ല പീരീഡ്സ് വരുന്നത്. എസ്പെഷ്യലി when we get our first periods, നമ്മൾ എല്ലാവരും we will bit നമ്മളൊന്ന് ഷെയ്ക്ക് ആവും അല്ലെ? യെസ്,
But the absolute thing that we can do is that അങ്ങനെ ആരെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും പീരീഡ്സ് ആയി എന്ന് പറഞ്ഞാൽ അവർ എന്തായാലും കുറച്ചൊരു ടെൻസ്ഡ് ആയിരിക്കാം. മേ ബി അവരുടെ ചിലപ്പോൾ പാഡ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികൾക്ക് പാഡ് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് അറിയുന്നുണ്ടാവില്ല അല്ലെ. കാരണം ഫസ്റ്റ് ആയിട്ട് പീരീഡ്സ് കിട്ടുമ്പോൾ ഡെഫിനറ്റ്ലി they will be in their 5th or 6th or 7th grade or 8th grade, right? I got my periods when I was in 8th grade. At that time എന്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഐ നോ, എനിക്ക് സ്കൂളിൽ തന്നെയാ, ബട്ട് അറ്റ്ലീസ്റ്റ് ഐ ന്യൂ എങ്ങനെയാ പാഡ് യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയായിരുന്നു. But there were my friends who actually got their period when they were in 5th standard. ആ സമയത്ത് അവർക്ക്, കാരണം പാരന്റ്സ് മേ ബി അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല അല്ലെ. they might not be expecting that their child will get the periods when they are in 5th standard. അവർ ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. but it is good to know, right? So it's good to know that how we can use it, and it might calm us down. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? Even though you are a boy or girl, even if one of your classmate or your friend or family friend or your cousin, somebody tells that they got their period and they feel very tensed or anxious, നമുക്ക് അവരെ calm down ചെയ്യാം, right? We can just stay with them, right? We can help them to arrange a pad. ആരെടുത്തെങ്കിലും ചോദിച്ച് നമുക്ക് ഒരു pad arrange ചെയ്യാം, right? We can do that. There is no shame in that, അല്ലേ? അത് നമ്മളൊരു boy ആയിക്കോട്ടെ, നമ്മളൊരു girl ആയിക്കോട്ടെ, there is no shame in that, right? We should help them, right? They might need help. അവർക്ക് ചിലപ്പോൾ ചോദിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. They might also feel like നമുക്ക് ഉള്ളിൽ ഒരു shame or fear ഉണ്ടാവും. When I was in school, definitely I had that shame and I had that fear. Okay, സമയം കിട്ടുവാണെങ്കിൽ ഞാൻ എന്റെ ഒരു പീരീഡ്സിന്റെ ഒരു കഥ ഞാൻ പറയാം. but we will see. Okay, after workout session, if I get the time, I will share that. Okay, yes, okay, fine. Now നമ്മള് ഫിയറും ഷെയിമും ഒന്നും നമ്മൾ നമുക്ക് ഉണ്ടാവാം, സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവും. ഇറ്റ് വിൽ ടേക്ക് ടൈം, ബിക്കോസ് നമ്മുടെ സൊസൈറ്റി, നമ്മുടെ ആൾക്കാരും അങ്ങനെ ആയിരിക്കും അതിനെപ്പറ്റി സംസാരിക്കുന്നത്. ബട്ട് ആസ് ഐ സെഡ് യെസ്റ്റർഡേ, വി ഷുഡ് മേക്ക് ദാറ്റ് കോൺവെർസേഷൻ മോർ ആൻഡ് മോർ ഓഫൻ. നമ്മളായിട്ട് സറൗണ്ട് ചെയ്ത സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ആ ഒരു കോൺവെർസേഷൻ കുറച്ച് ഫ്രീക്വന്റ് ആയിട്ട് വരുമ്പോൾ നമ്മളെ ചുറ്റിപ്പറ്റുള്ള ആൾക്കാർക്കെല്ലാം അതിനെ പറ്റിയുള്ള അവയർനെസ് കിട്ടിത്തുടങ്ങും അല്ലെ. വീടുകളിലായിക്കോട്ടെ, ഫ്രണ്ട്സിന്റെ സ്പേസസിലായിക്കോട്ടെ, പിയർ ഗ്രൂപ്പ്സിലായിക്കോട്ടെ, സ്കൂളിലായിക്കോട്ടെ. We can spread awareness, right? And that can definitely help us break the shame and fear and the stigma that exists with menstruation and the myths, definitely. Yes? Okay, I hope it is clear. So what is the first menstruation called as? I think Abhijit was saying that. Abhijit, tell me. Menstrual cycle. Menstrual cycle is the whole cycle. ആദ്യമായിട്ട് കിട്ടുന്ന menstruation നമ്മൾ എന്താ പറയും? ആദ്യമായിട്ട് വരുന്നത് the first menstrual flow എന്താ പറയുന്നത്? The first periods or the first menstrual flow is called as? What is it called as? Amarnath, what is it called as? Menarche. Menarche. It is called as menarche. Very good. I saw all your responses. Okay, I think Kessa, Harihar, yes, I saw your response. Yes. Bleeding is used for injury also. എനിക്ക് മനസ്സിലായില്ല. Bleeding is used for injury also. ആ bleeding അല്ല, from the body. നമുക്ക് blood discharge from the body, which is a part of the menstrual cycle എന്ന് നമ്മൾ definitionally use ചെയ്തില്ലേ. So that indicates the menstruation itself. Fine. And if you want to be more specific, 8th standardൽ ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. അവിടെ നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? യൂട്രസിലെ യൂട്രൈൻ ലൈനിങ്ങിൽ നിന്ന് പൊട്ടി വരുന്നു, റൈറ്റ്? യൂട്രസ് ലൈനിങ് along with the egg, along with the tissues, the blood vessels, they shed off എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇന്നലെ പഠിച്ചു. അത് കുറച്ചും കൂടി സയന്റിഫിക് ആയ ഡെഫിനിഷൻ ആണ്. You can use that as well. Fine. It is never waste blood. There is nothing sort of a waste blood in our body. Menstrual blood എന്ന് പറയുന്നത് ഒരു impure ആയ ബ്ലഡും അല്ല, ഒരു waste bloodും അല്ല. It is just that waste എന്ന് ഉദ്ദേശിച്ചത് എന്താ ഹരിഹർ? Can you just define what do you mean by waste? I will just tell you my context. The thing is that ഈ ബ്ലഡ് എവിടുന്നാ വരുന്നേ? നമ്മുടെ യൂട്രസ് എല്ലാ മന്തും ഓരോ കുഷ്യൻ ലൈക്ക് സബ്സ്റ്റൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? അതായത് ഇഫ് ഇൻ കേസ് അത് പ്രഗ്നൻസിയിലേക്ക് ലീഡ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദ ബേബി ഹാസ് ടു ഗ്രോ ദെയർ അല്ലെ. സോ ബേബിക്ക് വേണ്ട നറിഷ്മെന്റ് കൊടുക്കാനൊക്കെ അവിടെ ബ്ലഡ് വെസൽസ് വേണം, ഒരു തിക്ക് ആയിട്ടുള്ള ലൈനിങ് അവിടെ വേണം. പക്ഷേ ഇഫ് ഇൻ കേസ് ഇഫ് ദ പ്രഗ്നൻസി ഇസ് നോട്ട് ഹാപ്പനിങ്, പിന്നെ ആ ലൈനിങ്ങിന്റെ ആവശ്യം അവിടെ ഇല്ല. സോ ദാറ്റ് ഇസ് വൈ ദ ലൈനിങ് ഇസ് ബീങ് ഷെഡ് ഓഫ്. ആ ലൈനിങ് ആണ് വരുന്നത്. ആ ലൈനിങ്ങിൽ nothing sort of an impure thing. It is just normal blood vessels and the uterine lining, the lining which has formed along with the released egg. Okay, that is what is coming. Fine. Ma'am, I said it because all girls and boys wants to know about periods and parents want to say to all, both boys and girls, about periods. Yes, we have to. We have to talk about periods often. Yes. Ma'am, last one is menopause. Okay, then what is menopause? Enda menopause? Christy, you remember what is menopause? Armenda, menopause Armenda. What is menopause?
Faisa, you came late. What happened? Okay, Sriram, tell me, what is menopause? Kure edutilla. We are just having a quick recap of yesterday's class. Faisa, you were there in yesterday's class? Innale Faisa undarno? What is, yes, Sriram, tell me, what is menopause? When the light, the shading poses that എന്താ സംഭവിക്കുന്നത്? മെനോപോസിൽ എന്താ സംഭവിക്കുന്നത്? മറ്റേ യൂട്രസ് മറ്റേ പീരിയഡ്സും നിർത്തും തീരും. Very good. The stop, right? The stoppage of menstruation. So menstrual flow avada stop ആവുന്നുണ്ട്. So stoppage of menstruation is what we call it as menopause. Is that clear? Okay, നേരത്തെ I think ഹരിഹർ ആണെന്ന് തോന്നുന്നു, somebody, or I think നിരഞ്ജൻ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബ്ലീഡിംഗ് എന്ന് പറയുന്നത് സാധാ ഇഞ്ചുറി ആയാലും ബ്ലീഡിംഗ് വരില്ലേ? If you want to make your definition much more scientific, this is the perfect definition. Okay, that is, ഇന്നലെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ലെങ്കിൽ, ഫെർട്ടിലൈസേഷൻ ആണ് പിന്നീട് പ്രഗ്നൻസിയിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, സോ പ്രഗ്നൻസിയിലേക്ക് ലീഡ് ചെയ്തില്ല, ഫെർട്ടിലൈസേഷൻ എഗ്ഗും സ്പേം ചേർന്നിട്ടില്ലെങ്കിൽ ആ റിലീസ് ചെയ്ത എഗ്, ദ റിലീസ്ഡ് എഗ് എലോങ് വിത്ത് ദ തിക്കൻഡ് ലൈനിങ് ഓഫ് ദ യൂട്രസ്, അല്ലെ? യൂട്രസിൽ ഇവിടെ കാണുന്നില്ലേ ബ്ലഡ് പോലെ? സോ ദീസ് ആർ ദ ലൈനിങ്സ്. ഈ ലൈനിങ്സ് എല്ലാം എലോങ് വിത്ത് ദ ബ്ലഡ് വെസൽസ് ദേ ഷെഡ് ഓഫ്, and that is what we call it as bleeding. Is that clear? And that is what we call it as bleeding, which is called as menstruation. Yes, Harihar, any doubts? Somebody is turning their hand raised. Niranjan and Sridhwani, if you don't have any doubts, you may lower your hands. Okay, the first menstruation. Yes, Harihar, tell me. The first menstrual flow is called as menarche. എന്തായിരുന്നു മെനാർക്ക്? The first menstrual flow is called as menarche, and the stoppage of menstruation എപ്പോഴാ സംഭവിക്കുന്നത്? Around the age of 45 to 50, അല്ലെ? 45 to 50 years ആവുന്ന സമയത്ത് വുമണിൽ ഈ മെൻസ്ട്രൽ സൈക്കിൾ തന്നെ സ്റ്റോപ്പ് ആവും. അതായത് പിന്നീട് എഗ് റിലീസ് ഇല്ല, മെൻസ്ട്രേഷനും അവിടെ സ്റ്റോപ്പ് ആവും, മെൻസ്ട്രേഷൻ അവിടെ നിൽക്കും. ആ മെൻസ്ട്രേഷൻ നിൽക്കുന്നതിനെയാണ് നമ്മൾ മെനോപോസ് എന്ന് പറയുന്നത്. Can you all just learn these two definitions? It is very, very important. മെനാർക്കും മെനോപോസും. Yeah, Harihar. മാം ഇത് എഴുതിയെടുക്കണോ? No, it is nothing. There is nothing sort of a necessary thing that you have to write it down. You just have to actively listen. If you want to, you are free to. That's it. If you want to, you are free to. Okay. Marcel, tell me, any doubts? Yes, ma'am. പറഞ്ഞോളൂ. I have this doubt. Which doubt? What is your doubt? Tell me. ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ ഡൗട്ടാ, പിന്നെ തേർഡ് ഒക്കെ ആയിട്ട് ഡൗട്ടാ. മനസ്സിലായില്ല, എന്താ ഈ ഫസ്റ്റ് സെക്കൻഡ് തേർഡ്? ഈ തേർഡ് പോയിന്റ്, ഈ 3 പോയിന്റ്സ് ഡൗട്ടാണ്. ഓക്കെ ഓക്കെ, തേർഡ് പോയിന്റ് നമുക്ക് 3 പോയിന്റും ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഫൈൻ. ആയിഷ, I think you joined late, or you were there? You joined late? Can you just unmute yourself? Ma'am, I was late. Sorry. No, that's okay. Aisha, is it clear? Menstrual topics ഇന്നലെ വായിച്ചിരുന്നോ? Yes? Yeah, I was there. Yeah, okay, fine. So I would like, Dhruv, is it clear to you? Since you were not there yesterday, is it clear to you? Angelina, clear ആണോ? Neelima, I think you joined late. And Faisa, are you following Faisa? Yes, ma'am. Faisa ഇന്നലെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? Faisa, Aradhya, what about you? No. Faisa ഇന്നലെ Faisa Yesterday I hear the record. recording കണ്ടു. Clear ആണോ? Yes, ma'am. Okay, great. Okay, fine. Now I think somebody is asking some doubt. Premchandra is asking something. Ma'am, do we have exam? We don't have exam today, but we are having a workout session today. We will be practicing questions today. Premchandra, can you just unmute yourself? Yes, Adnan, what happened? Ma'am, do we have to write that exam in our rough book? No, you have to write it in your chat, in the chat box. Ma'am, my chat box, it's not working. I don't know why. Okay, then you can write in your notebook and I will cross check that. Okay, fine. At that time, I will let you know. You don't have to start writing now. I will display the questions. At that time only, you have to start writing. Fine? Premchandra, where are you? Can you just raise your hand? Can you just raise your hand, Premchandra? Are you there? Yes, Premchandra. Is it clear to you? What is menstruation? Tell me, what is menstruation?
What is menstruation? Enda menstruation? What is menstruation? The first menstrual flow begins at the puberty. ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? ഞാൻ ചോദിച്ചത് എന്താ? What did I ask? എന്തായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ? ഞാൻ എന്താ ചോദിച്ചത്? What was my question? ടീച്ചർ നെറ്റ് കുറവാ കേൾക്കുന്നില്ല. എന്റെ ചോദ്യം എന്തായിരുന്നു? എന്നാ ഞാൻ ചോദിച്ചത്? What is menstruation? അല്ലേ? അപ്പൊ tell me the answer. What did you understand by menstruation? ഇപ്പൊ കാണിക്കുന്ന സ്ക്രീനിൽ മെൻസ്ട്രേഷന്റെ ഡെഫിനിഷൻ ഇല്ല. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ അത് പഠിച്ചില്ലേ? പ്രേംചന്ദ്ര കേട്ടിരുന്നോ? You were there in the class, right? Tell me, what is menstruation? ബാക്കി എല്ലാവർക്കും ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? Am I audible to you all? Yes? Then what happened, Premchandra? Is there any network issues over there? Yes, ma'am. നെറ്റ് ഇവിടെ അധികം കിട്ടൂല. ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടല്ലോ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണോ കേൾക്കാത്തെ? ആണോ? ആ ശ്രദ്ധിച്ചിരിക്കണേ ക്ലാസ്സില്. ഓക്കെ, മെനോപോസും മെനാർക്കും ക്ലിയർ ആണോ? യെസ്. അശ്വിൻ, ടെൽ മീ വാട്ട് ഇസ് മെനാർക്ക്? അപ്പൊ ഐ തിങ്ക് സംബഡി ആസ്ക്ഡ് എന്താ മെനാർക്ക് മെനോപോസ് എന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. ഐ തിങ്ക് ഇറ്റ് വാസ് മാർസൽ, റൈറ്റ്? മാർസൽ, പ്ലീസ് പേ അറ്റൻഷൻ. അശ്വിൻ വിൽ എക്സ്പ്ലെയിൻ ദാറ്റ്. അശ്വിൻ പറഞ്ഞു എന്താ മെനാർക്ക്? The first menstrual flow എപ്പോഴാണ് സംഭവിക്കുന്നത്? When is it happening? at the puberty. വെരി ഗുഡ്. പ്യൂബർട്ടി സമയത്ത് ഗേൾസിൽ ആദ്യമായിട്ട് വരുന്ന മെൻസ്ട്രൽ ഫ്ലോ, അതിനെ നമ്മൾ എന്ത് പറയും? മെനാർക്ക്, അല്ലേ? മെനാർക്ക്. വെരി ഗുഡ്. ഐ തിങ്ക് എവ്രിവൺ ഈസ് റിപ്പീറ്റിംഗ് വാട്ട് അശ്വിൻ is saying. Okay, now I would like some other student who will tell. Amarnath, tell me what is menopause? Stoppage of menstruation. Stoppage of menstruation. Okay, now I would like Deesha, tell me when is it happening in girls, I mean in women? എപ്പോഴാ സംഭവിക്കുന്നത് menopause? എപ്പോഴാ സംഭവിക്കുന്നത്? It is happening 45 to 50 years കഴിഞ്ഞിട്ട്. 45 to 50 years ന്റെ സമയത്ത് menstruation stop ആവും in women, and that is what we call it as menopause. Okay, now Marcel, is it clear now? Marcel clear ആയോ? Okay, fine. I think everyone is clear with this. Advait എന്തോ തരാൻ പോയി. ക്ലിയർ ആണോ അദ്വൈത്? ആയിഷ ഫോളോ ചെയ്യുന്നുണ്ടോ? ഫൈസ, ശ്രുത, I think everyone is following, right? Yes. കുറച്ച് പേരുടെ ക്യാമറ ഓഫ് ആണ്. ഹാരോൾഡ്, ഊർമിള, ശ്രീയ. പറഞ്ഞോളൂ ആയിഷ. Ma'am, how will I hear the biology class in before yesterday's? For yesterday class, എന്റെ ക്ലാസ് ഉണ്ടായിരുന്നില്ല. അഡോളസൻസിന്റെ ക്ലാസ് ഉണ്ടായിരുന്നില്ല. It was just yesterday. If you are asking about day 1 ന്റെ ക്ലാസ് 2 weeks മുന്നേ ആയിരുന്നു. You can request your class teacher. They will provide you the link. Okay? Okay, ma'am. Okay, fine. Rishwa, clear ആണോ? Rishwa, Kessa, what about you? Kessa വീട് എത്തിയിട്ടില്ല. Yes? Okay. Fine. Now we എന്തായിരുന്നു? Unmute. ആരായിരുന്നു അത്? Who was that? Can you just say out your name? Harold. Harold, is it clear? Yes, ma'am. Yes, so far is it clear, right? Okay, Marcel, tell me what happened. മിസ് ഇടയ്ക്കിടയ്ക്കൊക്കെ മിസ്സിന്റെ വോയിസ് സ്റ്റക്ക് ആവുക. Is it fine now? I'm sick. Okay, I'm sick. Okay, fine. Angelina അല്ല, നീലിമ. Okay, fine നീലിമ. ഇപ്പൊ ക്ലിയർ ആണോ മാർസൽ? Is it clear now? ഇപ്പൊ ക്ലിയർ ആണോ? Yes. ആൻഡ്രിയ കേൾക്കുന്നുണ്ടോ? Is it clear now? My voice is clear to you, right? നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും ബ്രേക്ക് ആവുന്നുണ്ടോ ഇപ്പോ? Is it fine now? Okay, fine, cool. So there are so many myths as we explained and discussed yesterday, right? But we know that myths such as physical isolation is unfortunately even quite prevalent. ഇപ്പോഴും exist ചെയ്യുന്നതാണ്. But none of them has any sort of scientific basis. So what we have to encourage, നമ്മൾ എന്താ encourage? നമ്മൾ myths ആണോ spread ചെയ്യേണ്ടത്? Okay, menstruation ആണ്, അപ്പൊ അവര് physical activitiesൽ ഒന്നും പങ്കെടുക്കണ്ട, അങ്ങനെയാണോ? അല്ല. Until and unless that girl or woman is feeling good, if they are feeling fine, if their health is okay, then they can do whatever they want, അല്ലേ? menstruation ആയതുകൊണ്ട് അവർ ഐസൊലേറ്റ് ചെയ്യപ്പെടുന്നത് is not at all good, അല്ലെ? It's not at all valid. And also we have to encourage a scientific outlook. അതായത് we have to help society appreciate the need
the good productive health-നെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. We have to promote good reproductive health of women and contribute positively towards a healthier lifestyle. Now, I think few more changes that we discussed, that emotional changes. എന്തൊക്കെ വരാം? Mood swings വരാം, right? Our moods might change. It might be anger. It might be, then we might feel happy. We might feel confused, right? And we will become much more and more sensitive. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സെൻസിറ്റീവ് ആയിട്ട് നമ്മൾ എടുക്കും. It is all because we know that our brain is growing, our brain is developing, our hormones are fluctuating, അല്ലേ? ഹോർമോൺസിന്റെ അളവ് കൂടുന്നുണ്ട്. Body is changing, brain is developing. Because of that, there is increased sensitivity that we also feel, and emotional ups and downs. ചില സമയത്ത് emotional ആയി പോകും, അല്ലെ? We will, and that is completely fine, right? And that is completely okay. And there is nothing sort of emotions ഒക്കെ നമ്മൾ ഇങ്ങനെ സപ്രസ് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമില്ല. We are there to express our emotions. But the thing is that we make sure that we are actually talking to a trusted ആയിട്ടുള്ള ഒരു എൽഡറിന്റെ അടുത്ത്. It can be our parents, it can be our trusted teacher, or maybe if in case if we need a very medical help, we should seek that as well, right? And then there is behavioral changes. That means കുറച്ചും കൂടി ഇൻഡിപെൻഡന്റ് ആവും. അതായത് നമ്മൾ ഇങ്ങനെ പറയും, ഞാൻ ചെയ്തോളാം, എനിക്ക് ചെയ്യാൻ അറിയാം, ഞാൻ ചെയ്യട്ടെ, right? We become more and more independent in our own actions. അതായത് it might be small things that might our parents will be helping us till that point, but then we actually seek independence. നമുക്കത് ചെയ്യണം എന്ന്, that is, ഇനി ഞാൻ ഒറ്റയ്ക്ക് പോയി വന്നോളാം, ഞാൻ എന്താ ഒറ്റയ്ക്ക് പോയാലും, that is kind of the things that we actually put forward, right? We will explore our identity and we become much more self-aware. അതായത് നമ്മൾ എന്താ സംസാരിക്കുന്നത്, നമ്മുടെ ചുറ്റും എന്താണ് നടക്കുന്നത്, right? We become more and more self-aware as well as socially conscious. നമ്മൾ കുറച്ചും കൂടെ socially conscious ആവും, right? That is a behavioral change. And managing emotions, like we might engage in hobbies, right? We will have new hobbies. We will engage in sport activities. We can make conversations, right? Yes. And that will help us with strong emotions. Okay, now we will start with our questions. Fine. ഇപ്പൊ നമുക്ക് നമ്മുടെ വർക്ക്ഔട്ട് സെഷനിലേക്ക് കടക്കാം. Okay, I hope everyone is ready, and you all have to do one thing. നിങ്ങൾ എല്ലാവരും chat box വർക്ക് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ please keep your hand raised. Adnan's കാര്യം എനിക്കറിയാം. Rest of you, if any one of your chat box is not, you are not able to access it, you are not able to send chat box തീരെ ഓപ്പൺ ആവാത്തവർ. Okay, Marcel and Devananda and Neelima. Okay, 4 പേര്. Marcel, is your chat box is not working? അറിയാതെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. Okay, കുഴപ്പമില്ല. Neelima, Devananda and Adnan, right? Okay, 3 students. Yes, Adnan. പറഞ്ഞോളൂ. Ma'am, I rejoined and now it is working. Okay, now it is working. Okay, then you can answer in the chat box. Fine. Devananda and Neelima, if your chat box is not working, what you have to do is that you have to write in your notebook. Okay, notebook eduthu. Neelima, can you just turn on your camera on, because I have to see your answers. Eniki answers cross check cheyanengil you have to turn on your camera. Your camera is working. You said that you are not well, right? Neelima ആയിരുന്നു എന്നോട് പറഞ്ഞത് that you are not well. Okay, that's why your camera is off. Okay, fine. But will you be able to attend the answers then? Will you be able to do the workout questions? Yes? Yes, teacher. You will be okay to do that? Okay, fine. Then that's okay. Fine. So Neelima and Devananda, you have to write in your notebook. Rest of you, this is your first question. എല്ലാവരും chat box ൽ answer ചെയ്തേ. Everyone send me the answer for this question in the chat box. Okay? This is the first question, everyone, and I will be going through all of your answers. Fine? എനിക്ക് ഒറ്റ വേർഡിൽ ആരും ആൻസർ അയക്കരുത്. Try to expand your answer a bit. Yes, Abhijit, what happened? Your chat box is not working? No, I want to tell the answer. എന്തായിരുന്നു? You want to answer that? Okay, but you can answer in the chat box now. You can answer in the chat box now. Later I will actually unmute one by one. Okay, ഞാൻ one by one ഓരോരുത്തരെ unmute ചെയ്യാം. Fine, you can lower your hand. Fine, I will call one by one. Okay, you all will get a chance hopefully to answer the questions. Fine? Yes. Premchandra, you have to answer this question in the chat box. Everyone, please make sure that you are answering this question in the chat box. Yes, Premchandra, what happened? Your chat box is not working? ടീച്ചറെ എനിക്ക് മതി നെറ്റ് കിട്ടുന്നില്ല, ഇടക്കിടക്ക് ലീവായി പോകുന്ന ഇതാവുന്നു. Okay, അപ്പോ ഇപ്പൊ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ സ്ക്രീനില്? ടീച്ചർ നേരത്തെ എല്ലാം പോയിട്ട് ഉണ്ടായത് ഒന്നും
ഒന്നുമില്ല. കുഴപ്പമില്ല. ഓക്കെ, കുഴപ്പമില്ല. ഇപ്പൊ കാണുന്നുണ്ടോ? ആ ഇപ്പൊ കാണുന്നുണ്ട്. ഇതുവരെ നമ്മൾ എടുത്തത് ക്ലിയർ ആണോ? പ്രേംചന്ദ്രയ്ക്ക് ക്ലിയർ ആണോ? ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തതെല്ലാം ക്ലിയർ ആണോ? കുറച്ചെല്ലാം ക്ലിയറാ. കുറച്ചെല്ലാം ക്ലിയർ ആണ്. ഇടയ്ക്ക് വെച്ച് ക്ലാസ് മിസ്സായി പോയി. ഇന്നലത്തെ ക്ലാസ് ക്ലിയർ ആണോ? ഇന്നലെ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഇല്ലായിരുന്നല്ലോ. ഇല്ല. അപ്പൊ ഇന്നലെ നമ്മൾ എടുത്തത് തന്നെ നമ്മൾ ഇന്നൊന്നും കൂടി റീക്യാപ്പ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഫൈൻ. You can try answering these questions in the chat box. Try answering these questions in the chat box. Fine? Okay? Yes. Okay, Neelima and Devananda, once you are done, you may raise your hand. Fine. Rest of you, please make sure that your hands are lowered. Ellarum hands lower ide. Neelima and Devananda, you may raise your hand once you are done. Okay? Fine? നിരഞ്ജന, ചേഞ്ച് എന്ത് ചേഞ്ച് ആണ്? എന്ത് ചേഞ്ച് ആണ്? നമ്മൾ എന്താ അതിനെ പറയുന്നത്? ഞാൻ ആൻസർ വായിക്കുന്നുണ്ട്. ഓക്കെ, ഐ എം റീഡിംഗ് യുവർ ആൻസേഴ്സ്. കറക്റ്റ്, പെർഫെക്റ്റ്. ശ്രീറാം, മാർസൽ, യെസ്. ഇറ്റ് ഇസ് യെസ്. ഊർമിള, ദാറ്റ്സ് കറക്റ്റ്. ക്രിസ്റ്റി, ഒന്നും കൂടെ ആൻസർ നോക്കിക്കേ. മീൻസ് പിമ്പിൾ ആണോ? എന്താ അവര് തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ പഠിച്ചതല്ലേ. ഒന്നും കൂടെ ആൻസറിനെ ഒന്ന് മോഡിഫൈ ചെയ്തേ ക്രിസ്റ്റി. ദെൻ ശ്രീധ്വനി, കറക്റ്റ്. അമർനാഥ്, യെസ് യെസ്. ദീക്ഷ, okay. Hamad, ma'am, my chat box is okay. Okay, then you can send in the chat box. Okay, you had doubt. Oh, I'm sorry. Okay, you tell me the doubt. Ma'am, Ah. Before we was learning that menstruation, it was about sex education, right? After that, yeah. It was only my doubt. Yeah, we were discussing the emotional changes and the behavioral changes and things after that. Okay. Then I think Devananda, you can send me the answer in the chat box then. Yes, Rishwa. Yes, correct. Sebaceous gland കിട്ടുന്നില്ലെങ്കിൽ oil glands എന്ന് എഴുതിയാൽ മതി. Okay, ആരാധ്യ, sebaceous gland ന്റെ spelling, I think few of you have doubts in sebaceous gland. ഞാൻ spelling ഇവിടെ എഴുതാം. നിങ്ങൾക്ക് oil glands എന്ന് എഴുതിയാലും it is correct. Okay, sebaceous glands. ഇതാണ് spelling. Okay, Neelima, can you just show me the answer in the screen? I think ഞാൻ എല്ലാവരുടെ ആൻസേഴ്സും നോക്കിയിട്ട് ഇതുവരെ അയച്ചവരെയാ. നീലിമ ഒന്നും കൂടെ അടുത്തേക്ക് വെക്കോ? I cannot see that properly. Can you just hold your camera? ഇങ്ങനെ ക്യാമറ ഒന്ന് പിടിച്ചേ. അതായത് തിരിച്ച് ലാൻഡ്സ്കേപ്പ് മോഡിൽ ഒന്ന് ക്യാമറ പിടിക്കാമോ? Can you just read it out? എനിക്ക് കാണുന്നില്ല. Can you just read it out your answer? Okay, teacher. A change of body to showcase the person is hitting puberty. A change in the body. Okay, change in the body. But main ആയിട്ട് എവിടെയാ ചേഞ്ച് വരുന്നത്? അല്ലെങ്കിൽ എന്താണ് ആക്നി എന്ന് പറയുന്നത്? ഫേസിൽ. Okay, ഫേസിൽ. അത് എന്ത് കണ്ടീഷനാ? What is that? It is a acne is a Acne, pimple. എന്താണ് അപ്പൊ ആക്നിയും പിമ്പിൾസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താ? ഓർമ്മയുണ്ടോ? എന്തായിരിക്കും? രണ്ടും കണക്റ്റഡ് ആണ്. That is correct. Okay, we will see that. We will discuss that. Okay, fine. Okay, I would like Kessa, are you there? Yes. Kessa പറഞ്ഞേ. Kessa, what is acne? In എന്താ acne? which small reddish pimples that appear in our face. Okay, very good. Now tell me, pimples are what? Pimples are the acne. Acne എന്താ? Acne ഒരു it is a Condition of very good. It is a skin condition, അല്ലേ? It is a skin condition. Yes, perfect. So acne is a skin condition. Now I would like Andrea to tell me. If Andrea, as Kessa said, the acne is a skin condition, right? Now what are pimples then? Pimples are a Visible sign in our face. very good. It is the visible sign or manifestation of that. Clear alle? Yes, everyone, is it clear?
I can see many responses. Make sure that everyone is sending me the answer. Okay, Advait, I can read your answer. Christy, correct. Shrita, yes. Acne will come on face. Aisha, korchum kude expand cheyana answer. Fine. So I think everyone is clear. Acne is the skin condition while pimples are the manifestation of it. So acne, as Kessa mentioned, there is small reddish pimples that will appear. Acne or skin condition ആണ് അതിൽ നമുക്ക് കാണുന്ന മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ വിസിബിൾ സൈൻ ആണ് പിമ്പിൾസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ക്ലിയർ ആണോ? Many of you send me the answer. Good. Okay. Yes. Neelima, a small correction in your answer. അതായത് ആ സ്കിൻ കണ്ടീഷൻ എന്ന് പറഞ്ഞ ആ ഒരു ടേം ഹൈലൈറ്റ് ചെയ്യണം. Okay. Rest of the things and also try to add pimples you already mentioned, right? Skin condition ആണ് acne. Clear അല്ലേ? Harihar, Marcel, I think it is clear. Yes. Yes, Harihar, tell me. Ma'am, is my answer correct? I'm reading all your answers, and if there is any particular corrections, I'm sending that out. Your answer is correct. Okay. I read your answer. That is correct. If in case if there is correction, ഞാൻ already പറഞ്ഞിട്ടുണ്ട്. Corrections ഉള്ളവരുടെ ഞാൻ പേര് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. I hope. Yes. Okay. Advait, tell me. Marcel, tell me. Ma'am, പറഞ്ഞോളൂ. I am going to my home. I am now in my grandparents' home. Oh, so you will be leaving the meeting? No, ma'am. I will watch the meeting. Then I will watch. You will join again. Okay, fine. Okay. Marcel, tell me what happened. അടുത്ത Miss- ക്വസ്റ്റ്യനിലേക്ക് പോവാം. Marcel Ma'am. പറഞ്ഞോളൂ. മാം, എന്റെ ഫാദർ വിളിച്ചായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ചു മുമ്പ് ഒച്ചയൊന്നും കേൾക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ലീവ് ചെയ്തിട്ട് കേറിയതേ ഉള്ളൂ. Okay. Marcel, നമ്മള് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. അത്രേ ഉള്ളൂ. Okay. അല്ല, അത് ഞാൻ അയച്ചതായിരുന്നു. അതുണ്ടായിരുന്നപ്പോ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടു മാർസലിന്റെ ആൻസർ. ഇനി അതർ ക്വയറീസ്, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്റെ ആൻസർ കറക്റ്റ് ആയിരുന്നോ? കറക്റ്റ് ആയിരുന്നു. ഞാൻ എന്തെങ്കിലും കറക്ഷൻസ് ഉള്ളവരോട് ഞാൻ ഓൾറെഡി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് ഇസ് കറക്റ്റ്. I read your answer. Okay, if there is some corrections, ഞാൻ അതിനാണ് ഓരോ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ആൻസർ ഡിസ്പ്ലേ ചെയ്യുന്നത്. If there is severe corrections, I'm calling out your name, right? And if there is some other correct answers, I'm also calling their names as well. And അതിനുശേഷം ഞാൻ ആൻസർ ഡിസ്പ്ലേ ചെയ്യുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെൽഫ് അനലൈസ് ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ്. ക്ലിയർ അല്ലേ? Okay, now we are moving on to next question. എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ആൻസർ എനിക്ക് അയക്കണം. Define menstruation. Just define what is menstruation. Very good. Come on. Send me the answer. Dhruv, is it correct? Dhruvന്റെ answer I think I already ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് you have to expand your answer. ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു. That is, you have sent me like എവിടെയാ ആൻസർ? എവിടെയാ ധ്രുവന്റെ? pimple is what indicates acne. ഇൻഡിക്കേഷൻ കറക്റ്റ് ആണ്, പക്ഷെ സ്കിൻ ആക്നി എന്താന്ന് കൂടെ നമ്മൾ പറയണ്ടേ? ആക്നി ഇസ് എ സ്കിൻ കണ്ടീഷൻ അല്ലെ, ഇൻ വിച്ച് പിമ്പിൾസ് വിൽ അപ്പിയർ. ക്ലിയർ ആണോ? ധ്രുവന് മനസ്സിലായോ എവിടെയാ കറക്റ്റ് ചെയ്യണ്ടേന്നുള്ളത്? ഇസ് ദാറ്റ് ക്ലിയർ? യെസ്. ഓക്കെ, ഫൈൻ. Don't know. What happened, Harold? You don't know the answer for the last question? ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തേ ഹാരോൾഡ്. What is menstruation? Dhyan, I think you are facing some network issues. Everyone, please make sure that you are answering the question in the chat box. After that, ഞാൻ ഓരോരുത്തരെ ആയിട്ട് വിളിക്കാം. Okay? ഞാൻ ഓരോ ക്വസ്റ്റ്യന് മിനിമം 2 or 3 സ്റ്റുഡൻസ് ആയിട്ട് ഞാൻ വിളിച്ചു വരാം. Is that clear? Yes? Abhijit, can you send me the answer in the chat box? Everyone, please make sure that you're sending the answer in the chat box. And try to test your memory. നമ്മൾ പഠിച്ചതൊന്ന് ഓർത്തിട്ട് ആൻസർ ചെയ്തേ. നമുക്ക് അങ്ങനെയല്ലേ സെൽഫ് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. I can see your answer, Adnan. Okay, I'm reading your answers. Correct. Urmila, Sridhwani. Right, Adnan. Blood bleeding എന്ന് വേണ്ട, bleeding എന്ന് മാത്രം മതി. Okay, or you can add the word blood discharge from the female body. Clear അല്ലേ അദ്നാൻ? അദ്നാന്റെ ആൻസർ ആണ് ഞാൻ ഇപ്പൊ കറക്റ്റ് ചെയ്യുന്നത്. അതായത് menstruation is the blood discharge from the female body എന്ന് എഴുതാം, അല്ലെങ്കിൽ bleeding എന്ന് എഴുതിയാലും മതി. blood bleeding എന്ന് വേണ്ട. It actually indicates the same thing. Okay? അദ്നാൻ എന്ത് പറ്റി?
Ma'am, I actually in last word I wrote that days, but അതൊന്നും somehow കുഴപ്പമില്ല. ഞാൻ അതിനെ പറ്റി അതൊക്കെ എനിക്ക് മനസ്സിലാവും. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും സിവിയർ ആയിട്ടുള്ള സ്പെല്ലിംഗ് സെബേഷ്യസ് ഗ്ലാൻസിന്റെ കഴിഞ്ഞ ആൻസറിൽ സെബേഷ്യസ് ഗ്ലാൻസിന്റെ സ്പെല്ലിംഗ് കുറച്ച് പേരിൽ ഞാൻ മാറ്റിയിട്ട് കണ്ടു. അതുകൊണ്ടാണ് ഞാൻ അത് എഴുതിയത്. ഡേയ്സിന്റെ ഒക്കെ യു ഓൾറെഡി നോ, റൈറ്റ്? ദാറ്റ്സ് ഫൈൻ. ഐ വാസ് ആക്ച്വലി ട്രൈങ് ടു സേ ദാറ്റ് ബ്ലഡ് ബ്ലീഡിംഗ് മീൻസ് ദ സെയിം തിങ്. Either you can use the word blood discharge or else bleeding from the female body. Clear ആണോ അദ്നാൻ? yes. Yes. Okay, the phase of the cycle, blood discharge occur. Perfect. It's a period that came in girls. അമർനാഥ് ഒന്നും കൂടെ ആൻസർ മോഡിഫൈ ചെയ്തേ. ഇറ്റ് ഇസ് എ പീരീഡ് എന്ന് പറഞ്ഞ പീരീഡ്. വാട്ട് ഇസ് എ പീരീഡ്? പീരീഡ് എന്ന് പീരീഡ്സ് ആണോ ഉദ്ദേശിച്ചതോ പീരീഡ് ആണോ? പീരീഡ്സ് ഇസ് മെൻസ്ട്രേഷൻ. പീരീഡ് എന്ന് പറഞ്ഞ കാലയളവ്. കാലയളവാണോ അതോ ആർത്തവമാണോ അമർനാഥ് പീരീഡ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്? ആൻസർ ഒന്നും കൂടെ കറക്റ്റ് ആയിട്ട് അയച്ചേ. Menstruation is period. Menstruation is not a period. Menstruation is itself periods. Menstruation മറ്റൊരു commonly നമ്മൾ പറയുന്ന വാക്കാണ് periods. Okay. Many of you are sending me ദേവനന്ദ ഒന്ന് ചെക്ക് ചെയ്തേ. Blood discharge correct ആണ്. Menstruation is period എന്ന് എഴുതാതെ menstruation is also called as periods. Okay. Period കാലയളവ്, periods ആർത്തവം. Clear ആയോ? Is that clear? Devananda, yes, monthly shedding of female. Monthly shedding of what? Essa monthly shedding of what? An important change. It is a process of bleeding. Mridul, process of bleeding. Okay, process of bleeding. It's a part of what? It's when blood discharge from the body. Monthly shedding. Angelina, yes, correct. Harihar, yes. Diksha, Sriram. പ്യൂബർട്ടിയിൽ മാത്രാണോ സംഭവിക്കുന്നത് അമർനാഥ്? പ്യൂബർട്ടിയിൽ മാത്രാണോ? അല്ല. It starts from puberty. Okay, the phase of the cycle when blood. Yes, Kesa, Christy, yes. Hamad, internal change associated. Hamad, are you there? Yes, Hamad, tell me, what is menstruation? Can you just try to define menstruation? Hello. പറഞ്ഞോളൂ. ഹമാദ് ഡിഫൈൻ ചെയ്തോളൂ. വാട്ട് ഇസ് മെൻസ്ട്രേഷൻ? An important internal changes associated എനിക്ക് ആൻസർ നോക്കി വായിക്കല്ലേ. ഹമാദിന് മനസ്സിലായത് വെച്ച് ഹമാദ് പറഞ്ഞേ. ക്യാൻ യു ജസ്റ്റ് ടെൽ മീ വാട്ട് യു ഹാവ് അണ്ടർസ്റ്റുഡ് വിത്ത് മെൻസ്ട്രേഷൻ? നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തില്ലേ? ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ? അത് വെച്ചിട്ട് മെൻസ്ട്രേഷൻ എന്താ മനസ്സിലായെന്ന് പറഞ്ഞേ. മലയാളത്തിൽ പറയാം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം. വാട്ട് എവർ യു ആർ കംഫർട്ടബിൾ വിത്ത്. bleeding. Bleeding in ആരിലാ നടക്കുന്ന ബ്ലീഡിങ്? ഗേൾസിലാണോ ബോയ്സിലാണോ? bleeding in girls. ഗേൾസ്. ഓക്കെ. വെൻ വിൽ ഇറ്റ് സ്റ്റാർട്ട്? എപ്പോഴാ അത് സ്റ്റാർട്ട് ചെയ്യുന്നത്? puberty. വെരി ഗുഡ്. സോ നമ്മൾ പറഞ്ഞു മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താ? മെൻസ്ട്രേഷൻ ഇസ് ബ്ലീഡിംഗ്, റൈറ്റ്? ദാറ്റ് ഹാപ്പൻസ് ഇൻ ഫീമെയിൽസ് ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് അറ്റ് പ്യൂബർട്ടി. ഇതൊരു ഡെഫിനിഷൻ ആയില്ലേ? യെസ്. പിന്നെ നമുക്ക് വേറൊരു തരത്തിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ. ഐ വുഡ് ലൈക്ക് മൃദുൽ ടു ടെൽ മീ. മൃദുൽ, ടെൽ മീ what is menstruation, Mridul? Menstruation is a process of bleeding that come from female body. Okay, that comes from female body. Okay, fine. That is yet another way that you can define. Now I would like Aisha to tell me. Aisha answer enki കാണുന്നില്ലല്ലോ. Aisha, tell me, what is menstruation? Ma'am, 1 minute, I'm sending it. That's okay. You can tell me verbally. What is menstruation? Menstruation is a month. പറഞ്ഞോളൂ. It's okay. Come on. Menstruation comes for girls in every month. It starts from 10 years to 14 years. And it has many mood swings like happy and sad. Yeah. Then, okay, അതൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. That's correct. Okay. Then what is menstruation? ആ പ്രോസസ്സിൽ എന്താ സംഭവിക്കുന്നേ? What is coming out of the body in a female body? എന്താ വരുന്നത്? It will bleed from our body. What is coming out? What is coming out? Bleeding. Blood is coming out.
Yeah, okay. Bleeding is happening from the female body. Fine. Okay. Now I would like Neelima, can you just read out your answers? The tissue and the eggs form from inside the female body called period. അപ്പൊ ഈ ബ്ലഡ് വെസൽസ് ടിഷ്യൂസ് റിലീസ് ആയ എഗ് ഇതൊക്കെ എന്തായിട്ടാ വരുന്നത്? വാട്ട് ഇസ് ഇറ്റ് കമ്മിങ് ഔട്ട്? As blood. Right. So that is called as menstruation. Okay, fine. That is yet another way that we can add the information. Alle. Now I would like ഒരാൾക്കും കൂടെ പറയാം. Abhijit. Yes, Abhijit, tell me, what is menstruation? Menstruation is a monthly shedding of the uterine filling in female. എവിടെയാ നോക്കി വായിക്കുന്നേ? എന്താ യൂട്രൈൻ ലൈനിങ് എന്ന് വെച്ചാല്? വാട്ട് ഇസ് യൂട്രൈൻ ലൈനിങ് എന്ന് പറഞ്ഞേ? ഇപ്പൊ അഭിജിത്ത് വായിച്ച യൂട്രൈൻ ലൈനിങ് എവിടെയാ ഉള്ളത്? വേർ ഇസ് ഇറ്റ് പ്രസന്റ്? വാട്ട് ഇസ് യൂട്രൈൻ ലൈനിങ്? വാട്ട് ഇസ് യൂട്രൈൻ ലൈനിങ്? ഇപ്പൊ വായിച്ചില്ലേ യൂട്രൈൻ ലൈനിങ് എന്ന്? അതെവിടെയാ ഉള്ളത്? അതായത് എവിടെയാ? കേൾക്കുന്നില്ല. മെൻസ്ട്രേഷൻ മനസ്സിലായി. അഭിജിത്ത് വായിച്ച ഡെഫിനിഷൻ കറക്റ്റ് ആണ്. ഐ ആം ആസ്കിങ് യു, അതായത് അഭിജിത്തിന് മനസ്സിലായ രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ അതിനെ. ടെൽ മീ ഇൻ ദ വേ ദാറ്റ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. What you have said is correct. Okay, can you just tell me again? ഒന്നും കൂടെ പറഞ്ഞേ ഡെഫിനിഷൻ. പറഞ്ഞോളൂ. ബുക്കിൽ നോക്കാതെ പറഞ്ഞേ. ബുക്കിൽ നോക്കാതെ മനസ്സിലായത് വെച്ച് പറഞ്ഞേ. Make it fast. Come on. Menstruation is the monthly shedding. എന്താ ഷെഡിങ് എന്ന് വെച്ചാ? What is shedding means? What is shedding? എന്താ ഷെഡ് ആവുന്നത്? What is shedding? എന്താ ഷെഡ് ആവുന്നത്? What is shedding from the female body? ഞാൻ പറയട്ടെ. ഇപ്പൊ അഭിജിത്ത് നേരത്തെ വായിച്ച ഡെഫിനിഷൻ ഇല്ലേ, അത് അഭിജിത്തിന് മനസ്സിലായി എന്ന് വിചാരിക്കാം. അഭിജിത്തിന് മനസ്സിലായിട്ടാണ് അഭിജിത്ത് പറഞ്ഞെങ്കിൽ അഭിജിത്തിന് ഈസി ആയിട്ട് ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം അല്ലെ. പക്ഷെ നമ്മൾ ഒരു സെന്റൻസ് ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടില്ലേ, ബൈ ഹാർട്ട് പഠിക്കുക എന്ന് കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഒരു കാര്യം ബൈ ഹാർട്ട് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലായിട്ടില്ല, പക്ഷെ ആര് ചോദിച്ചാലും നമുക്ക് ആ ഡെഫിനിഷൻ വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. ബൈ ഹാർട്ട് എന്ന് വെച്ചാൽ കാണാതെ പഠിക്കുക അല്ലെ. പക്ഷെ നമ്മൾ ശരിക്കും കാണാതെ പഠിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മളത് മനസ്സിലാക്കിയിട്ടില്ല അല്ലെ. വി ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ വാട്ട് ഇസ് മെൻസ്ട്രേഷൻ എന്ന് വെച്ചാൽ നമുക്ക് എഴുതാൻ അറിയാം. കാരണം നമുക്ക് ആ ഡെഫിനിഷൻ കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ വെൻ ദ ക്വസ്റ്റ്യൻ ഇസ് കമ്മിങ് ലൈക്ക് വാട്ട് ഇസ് കമ്മിങ് ഔട്ട് ഫ്രം ദ ഫീമെയിൽ ബോഡി എന്ന് വെച്ചാൽ അവിടെ നമ്മൾ നിന്നു. കാരണം നമുക്ക് അതിന്റെ ആൻസർ നമുക്ക് അറിയില്ല. അത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്. ഓക്കെ, സോ പ്ലീസ് മേക്ക് ഷുവർ വെൻ ഐ എക്സ്പ്ലെയിൻ സംതിങ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഡെഫിനിഷൻ എഴുതിയെടുക്കാൻ തിരക്ക് കൂട്ടാതെ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ആൻഡ് ദെൻ ഇഫ് യു വോണ്ട് ടു റൈറ്റ് യു ആർ ഫ്രീ ടു റൈറ്റ് ദാറ്റ്. ബട്ട് മേക്ക് ഷുവർ നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ആദ്യം ഉറപ്പുവരുത്തണം. ഇസ് ദാറ്റ് ക്ലിയർ അഭിജിത്ത്? യെസ്. Okay, Krishnapriya Paranyolo. We will see the answer from one more student. After that, we will move ahead with the next question. Yes, Krishnapriya, tell me. Menstruation is a process make female body ready to reproduction and also show blood. And also show blood. Show blood എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് പുറത്തേക്ക് വരുന്നതാണോ, ബ്ലഡ് ബോഡിയിൽ അങ്ങനെ ഇരിക്കുന്നതാണോ? What is happening? ബ്ലഡ് യൂട്രസിൽ കൂടെ പുറത്തേക്ക് വരും മാം. Very good, very good. So the uterine lining is shedding. അല്ലെ, uterine lining ആണ് അവിടെ ഷെഡ് ആവുന്നത്. നേരത്തെ അഭിജിത്ത് പറഞ്ഞില്ലേ ഷെഡിങ് എന്ന്. ഷെഡിങ്, വാട്ട് ഇസ് ഷെഡിങ്? യൂട്രൈൻ ലൈനിങ്. യൂട്രസിൽ ഫോം ചെയ്ത ലൈനിങ്ങും ബ്ലഡ് വെസൽസും ആണ് ഷെഡ് ആവുന്നത്. ക്ലിയർ? along with the released egg. Very good, very good. Okay, so the face നിങ്ങൾക്ക് simple ആയിട്ട് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. If you don't want to put the uterus lining and things, you can simply define it like നമ്മൾ നേരത്തെ പഠിച്ച പോലെ. It is one of the phase of the cycle. ഏത് സൈക്കിൾ ആയിരുന്നു അമർനാഥ്? Which is this cycle? അമർനാഥ് പറഞ്ഞേ. അമർനാഥ് ഹാൻഡ് റൈസ് ചെയ്തേ. അമർനാഥ് പറഞ്ഞേ. What is ഏതായിരുന്നു? What is the cycle? ഇവിടെ കാണുന്ന സൈക്കിൾ ഏതാ? സൈക്കിൾ അറിയുന്നവരൊക്കെ ചാറ്റ് ബോക്സിൽ അയച്ചേ. What is the cycle?
മെൻസ്ട്രേഷൻ ഇവിടെ കാണുന്നില്ലേ? നമ്മളിപ്പോ പറയുന്ന ഈ ഫേസ് ഓഫ് ദ സൈക്കിൾ, എന്താ സൈക്കിളിന്റെ പേര്? അശ്വിൻ ആ പറഞ്ഞോളൂ. ഒന്നും കൂടെ ക്വസ്റ്റ്യൻ വരുമോ? കേട്ടില്ല. ഇവിടെ ഞാൻ സർക്കിൾ ചെയ്തിട്ടില്ല ഈ സൈക്കിൾ എന്ത് സൈക്കിളാ? ദ ഫേസ് ഓഫ് ദ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടില്ലേ? വാട്ട് ഇസ് ദ സൈക്കിൾ കോൾഡ് ആസ്? എന്ത് സൈക്കിളാ? മെൻസ്ട്രൽ സൈക്കിൾ. വെരി ഗുഡ്, മെൻസ്ട്രൽ സൈക്കിൾ അല്ലേ? മെൻസ്ട്രൽ സൈക്കിൾ. ഇതും മെൻസ്ട്രേഷനും തമ്മിൽ എന്താ വ്യത്യാസം? മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ഹോൾ 20 to 30 ഡേയ്സ് അല്ലെങ്കിൽ 21 മുതൽ 35 ഡേയ്സ് വരെയുള്ള ഹോൾ പീരീഡ് ആണ്. അതിലെ ഒരു ഫേസ് മാത്രമാണ് മെൻസ്ട്രേഷൻ. The phase of the cycle, somebody's mic is on. Can you just turn it off? The phase of the cycle when bleeding or blood discharge occurs from the female body is called as menstruation. Ipa Abhijitine clear ayo? Is it clear to you? Yes, Abhijit? Rest of you, is it clear? Can we move to the next question, everyone? Adutha question lekku povam. Ready? Okay, perfect. Next question. What is menopause? Simple aya question aanu. What is menopause? ജസ്റ്റ് 3 ലെറ്ററിൽ നിങ്ങൾക്ക് ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാം. 3 ലെറ്റർ മതി. പിന്നെ നിങ്ങൾക്ക് അഡീഷണലി ആഡ് ചെയ്യണമെങ്കിൽ ഏജ് പീരീഡും കൂടെ ആഡ് ചെയ്യാം. ക്ലിയർ? Neve, I think you just joined. Neve, Danvin, I think you just joined. Yes? And Advait, you were there, right? Can you all just turn on your camera? എനിക്ക് കുറച്ച് പേരൊന്നും കാണുന്നില്ല. ഋഷ്വയുടെ ആൻസർ എവിടെയാ? Send me the answer. Neve, what happened? Why you were late? What happened? Neve കേൾക്കുന്നുണ്ടോ? വേറെ ക്ലാസ് വേറെ ക്ലാസ്സിലായിരുന്നു. ഓക്കെ, വേറെ ക്ലാസ് ജോയിൻ ചെയ്തത്. Okay, fine. Okay. So Neve, can you just try to answer this question? നമ്മൾ ഇന്നലെ പഠിച്ച അതേ question ആ. Can you just try to answer from your memory, from what all you remember? Yes? Danvin, are you there? എല്ലാവർക്കും 1 മിനിറ്റ് കൂടെ ഉണ്ട്. വേഗം ആൻസർ ചെയ്യണം ഈ ക്വസ്റ്റ്യൻ. 1 മിനിറ്റ് വേഗം ആൻസർ ചെയ്തേ. From your memory, from what all you remember. Danvin, tell me, are you there? Vaiga, are you there? Isa, are you there? Isa? Priya. Yes, Isa, yes. Isa, tell me, what is menopause? ഓർമ്മയുണ്ടോ എന്താ menopause? ഓർമ്മയില്ല? ഇല്ല, ഒന്നും കൂടെ ആലോചിച്ച് നോക്കണേ. And you can answer in the chat box. Aradhya, are you there? Aradhya, are you there? Aradhya, tell me, what is menopause? Menopause is the pause of the menstruation stage when they turn 49 to 50 years old. ഒന്നും കൂടെ ഡിഫൈൻ ചെയ്തേ. Menopause is the pause of the menstruation stage when they turn 49 to 50. പോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോസ് ആവുന്നതാണോ പിന്നെ സ്റ്റാർട്ട് ആവാൻ ചാൻസ് ഉണ്ടോ? അതോ what is happening? ഇല്ല. So it is completely, we can say it as Urmila. How can we define it further? Urmila, are you there? Pranav, are you there? Pranav, are you there? Urmila, are you there? When I try to unmute, yeah, Pranav പറഞ്ഞേ, what is menopause? അതായത് ആരാധ്യ പറഞ്ഞതിൽ കണ്ടിന്യൂ ചെയ്ത് പറഞ്ഞോളൂ. What is menopause? കേക്കുന്നില്ലേ? പ്രണവ് ക്ലാസ്സിലുണ്ടോ? ഉണ്ട്. പറഞ്ഞോളൂ. Menopause is a natural stage in a woman's life. Yeah. When periods stop permanently. Very good. Okay, fine. Now I would like Anna.
Yes, tell me, what is Menopause. menopause? Menopause is the end of period for women when the age of 45 to 55. 45 to 50 years, mostly 50 years, okay? 50 to 51 where it varies from one woman to one woman, it may vary, okay? Christy, I'm sorry, Ashwin. Christy, tell me, what is menopause? Ma'am, when women are age of 45 to 50 years, ma'am, എന്താ സംഭവിക്കുന്നത് 45 to 50-ല്? bleeding will completely stop. Okay, fine. That is bleeding എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സയന്റിഫിക് ടേം എന്താ? ബ്ലീഡിങ്ങിന്റെ സയന്റിഫിക് ടേം എന്താ? It's come for ഇല്ല, കറക്റ്റ് ആണ്. ക്രിസ്റ്റി പറഞ്ഞതൊക്കെ കറക്റ്റ് ആണ്. ഞാൻ ഇത്രേ ചോദിച്ചുള്ളൂ. ബ്ലീഡിംഗ് എന്ന് പറഞ്ഞില്ലേ, ഈ ബ്ലീഡിങ്ങിന്റെ സയന്റിഫിക് ടേം എന്താ? നമ്മൾ സയന്റിഫിക്കലി നമ്മൾ അതിന് എം വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേർഡ് പറയുന്നില്ലേ? എന്തായിരുന്നു അത്? മെനോപോസ് ഇസ് ദ സ്റ്റോപ്പേജ് ഓഫ് ദ ബ്ലീഡിംഗ് എന്ന് പറഞ്ഞു. കറക്റ്റ് ആണ്. മെനാർക്ക് ഡിഫറെന്റ് ആണ്. മെനാർക്ക് ഇസ് ഡിഫറെന്റ്. Menstruation, very good. It is called as menstruation, right? Neelima, I think you have answered this question, right? You have answered this question, right? Yes. Okay, Stoppage fine. of period. Stoppage of periods. Okay, fine. Devananda, it happens in women at what particular age? 45 to 50. 45 to 50 years of age. Okay, fine. Yes. So stoppage of menstruation is what we call it as menstruation. Menopause. Ashwin, yeah, it is called as menopause. I'm sorry, it is called as menopause. Fine. Ashwin, I'll definitely ask you the other questions. Okay, fine. Don't worry. You have many more questions coming up. Okay. We are moving on to the next question, everyone. I think. No. Okay. Or MCQ type of question, Anna. Can you all just answer this question in the chat box? It is an MCQ type of question. Can you just answer this question in the chat box? It is based on height. നമ്മള് ഹൈറ്റിനെ പറ്റി day 1 പഠിച്ചിട്ടുണ്ട്, right? Can you all just try to answer this question in the chat box? Angelina, I can only see 3-4 responses. ബാക്കിയുള്ളവരുടെ ആൻസേഴ്സ് ഒക്കെ എവിടെയാ? Make sure that everyone is sending me the answer. ഇത്ര ആലോചിച്ചാൽ മതി. അതായത് നമ്മുടെ അഡോളസൻസ് എപ്പോഴാ കഴിയുന്നത്? ഓൾമോസ്റ്റ് എത്ര മുതൽ എത്ര വരെ അഡോളസൻസ്? അതിലെ ചിലപ്പോ most of them they will attain their maximum height at the end of the adolescence, alle? So what is the end of the adolescence? Neelima, you can I will come to you at the end, okay? I'm just trying to bring out those students who are not very much. Yeah, I would like Adhika, are you there? Adhika, what is the answer for this question, Adhika? Dhyan, what is the answer for this question? Just tell me A, B, C or D. C. ഏതായിരുന്നു പറഞ്ഞത്? C ആണോ? ഒന്നും കൂടെ ആലോചിച്ച് നോക്കിക്കേ. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിച്ചേ. മോസ്റ്റ് അഡോളസെന്റ് അറ്റൈൻ ദിയർ മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റ് എപ്പോഴാണ് എത്തുന്നത്? അഡോളസൻസിന്റെ പീരീഡ് എത്ര തൊട്ട് എത്ര വരെയാ? അഡോളസൻസ് റേഞ്ച് ഫ്രം ദ ഏജ് ഓഫ് 25. A അല്ല. ഒന്നും കൂടെ ആലോചിച്ച് നോക്കിക്കേ. It's okay. You can think and answer in the chat box. Fine. I would like Rishwa. Tell me, Rishwa. What is the answer for this question? Ma'am, 30 years. Can you just unmute yourself, please? Yeah, come on, Rishwa. What is the answer? 30 to 50 years. ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. You mean D? Yeah. 13 to 15? Okay. Tell me, I would like Marcel to tell me. Marcel, tell me what is the period of adolescence? Adolescence എത്ര മുതൽ? Adolescence. Questionന്റെ ആൻസർ അല്ല ഞാൻ ചോദിക്കുന്നത്. Adolescence എത്ര മുതൽ എത്ര വരെയാ? 18 to 20. I'm asking you the
question. Listen my question. What is the period of adolescence? Adolescence in the period എത്ര മുതൽ എത്ര വരെയാ? 22. Somebody no. 20 ഒക്കെ ആണെങ്കിൽ പിന്നെ puberty എപ്പോഴാ നടക്കുന്നത്? Who will tell me the answer? Harihar, tell me. Ma'am, 10 to 18 years. 10 to 18 or 19 years അല്ലെ? 10 to 19 ma'am. mostly. 10 to 19 or 19 as per WHO. The answer ഇതാണ് of this period question of is B. adolescence. Okay, just wait. So this is the period of adolescence. 10 to 19 is the period of adolescence. ചിലവർക്ക് it will start early. ബോഡിയിൽ ചേഞ്ചസ് അപ്പിയർ ചെയ്യാൻ നേരത്തെ തുടങ്ങും. 10, 11, that is early adolescence. Mostly നമ്മൾ മാക്സിമം ഹൈറ്റ് എത്തുന്നത് ലേറ്റ് അഡോളസൻസിലാണ്, at the end of adolescence. അപ്പൊ ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ ഇവിടെ? 19ഓട് അടുപ്പിച്ച് വരുന്നത് ഏത് ഓപ്ഷൻ ആണ്? I would like Deeksha. What's the correct option here? Ma'am, 18 to 19 years. Right, it is option D, that is 18 to 19 years. Clear ആണോ? Dhyan, is it clear now? എങ്ങനെയാണ് ഈ ആൻസർ വന്നതെന്ന് മനസ്സിലായില്ലേ? Okay, we are moving on to next question, okay? Initially girls grow. ഇത് നമ്മൾ day 1 പഠിച്ച ആൻസർ ആണ്. Can you all just try to answer this question in the chat box? Ashwin, are you there? Can you just raise your hand? Yes, I can find you. Everyone tell me the answer in the chat box, okay? Abhijit, send me the answer. Neve, Adhika, Isa. Adhika, are you there? I tried unmuting you. Jasul, where is your answer in the chat box? Send me the answer in the chat box. Premchandra, network issues undo ipo. Shrita, yes. Ashwin, tell me what could be the answer for this question. A. എന്തായിരുന്നു? A ആണോ? നമുക്ക് നോക്കാം. A ആണോ? നമുക്ക് നോക്കാം. Sriram, what do you think? Slower. ഏതായിരുന്നു? Slower. A ആണോ? B ആണോ? What do you think? A. Okay, A ആണ് പറയുന്നത്. Okay, A, fine. I would like Shrita, what do you think? Ma'am, option B. Why option B, Shrita? Why it is option B? ബോയ്സിനെക്കാട്ടിയും കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടല്ലേ ഗേൾസിന്റെ? അതെന്തുകൊണ്ടൊക്കെ ആയിരിക്കും? കറക്റ്റ് ആണ്. യുവർ ആൻസർ ഇസ് കറക്റ്റ്. ഹൈറ്റ്. അതായത് ഗ്രോത്ത് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ? ബിക്കോസ് ഹോർമോൺസ് എല്ലാം നേരത്തെ റിലീസ് ആയി തുടങ്ങുന്നുണ്ട്. സോ ഇൻ ഗേൾസ് ദർ ഇസ് എൻ എവല്യൂഷണറി പാർട്ട്. കാരണം മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ആവണം. മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ആവണമെങ്കിൽ ബോഡിയിൽ ഇനഫ് ആയിട്ടുള്ള ഫാറ്റ് ടിഷ്യൂസ് വേണം. അപ്പൊ ബോഡിക്ക് പ്രിപ്പയർ ചെയ്യണം, ബോഡിക്ക് ചേഞ്ചസ് വരുത്താനുണ്ട്, റൈറ്റ്? സോ ഇനീഷ്യലി പെട്ടെന്ന് ഗ്രോത്ത് വന്നു തുടങ്ങുന്നത് ഗേൾസിലായിരിക്കും, ഫാസ്റ്റർ ദാൻ ബോയ്സ്. ബട്ട് ബോയ്സിൽ കുറച്ച് ലേറ്റ് ആണെങ്കിലും ഇറ്റ് വിൽ ബി മച്ച് മോർ പെർസിസ്റ്റ് ചെയ്യുന്നത്, കുറച്ചും കൂടെ ലോങ് ലാസ്റ്റ് ചെയ്യുന്നത്, കുറച്ചുകൂടെ പെർസിസ്റ്റ് ചെയ്യുന്നത് ബോയ്സിലായിരിക്കും ബിക്കോസ് ഓഫ് ദെയർ ഹോർമോൺ ടെസ്റ്റോസ്റ്ററോൺ. ക്ലിയർ ആയോ? സോ ഇനീഷ്യലി ഗേൾസ് കുറച്ച് ഫാസ്റ്റർ ആയിട്ട് ബോയ്സിനേക്കാൾ വളരും. ബട്ട് anyway it is individual specific. It varies from one individual to another. നിങ്ങൾ എന്റെ ക്ലാസ്സിൽ ഒരു കുട്ടി ഉണ്ട്, ആ കുട്ടിയുടെക്കാൾ പെട്ടെന്ന് ഞാനാ വളർന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാരീസ് ഫ്രം വൺ ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ. ബട്ട് ജനറലി എവല്യൂഷണറി വൈസ്, ഫിസിയോളജി വൈസ് നമുക്കറിയാം മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യണം, ബോഡിക്ക് ചേഞ്ചസ് വരുത്താനുണ്ട്, ഫാറ്റ് ടിഷ്യൂസ് വളരണം. ക്ലിയർ അല്ലേ? ഓക്കെ, ഐ തിങ്ക് ഓക്കെ. ദിസ് ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിച്ചു വായിക്കണം. എവ്രിവൺ റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി ആൻഡ് ദെൻ ആൻസർ. ഓക്കെ? Jasul, are you there? Amarnath, exam aitilla. Okay, there is no exam today because we are discussing questions. Everyone read the question carefully and then try to answer in the chat box. Okay? Jasul, are you there? Can you hear me, Jasul? Yes, ma'am. Jasul, can you did you read the question? No, ma'am, I skipped that. Are there any network issues that you are facing? Jasul, the sound എനിക്ക് കേൾക്കുന്നില്ല. Yeah, I think so.
That's okay. I can hear you now. Did you read the question? Is the question clear to you? Question മനസ്സിലായോ? ഒരു background കിട്ടിയോ? Yes? Neve, are you reading the question? Andrea? ഒരുപാട് പേരുടെ hand raised ആണ്. Can you all just make sure your hands are lowered until unless you don't have any doubt? Question മനസ്സിലായില്ല. Okay, question മനസ്സിലാക്കി തരാം. Okay, I will explain the question. Jasool, are you there? Question clear ആണോ ജസൂലിന്? Are you there? Okay, fine. I'll just explain you the question. There is a child called as Salma. Salma had very smooth and soft skin. Childhood ഭയങ്കര smooth and soft ആയിട്ടുള്ള skin ആയിരുന്നു കുട്ടിക്കാലത്ത്. But adolescence കയറിയ സമയത്ത് കുറച്ച് pimples ഒക്കെ വരാൻ തുടങ്ങി. അപ്പോ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കണ്ടു. അപ്പൊ സ്കിൻ സ്പെഷ്യലിസ്റ്റ് പറഞ്ഞു, you have to wash your face regular intervals. ഇടയ്ക്കിടയ്ക്ക് ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, can you explain the reason? എന്തുകൊണ്ടായിരിക്കും സൽമയുടെ ഫേസിൽ ഇങ്ങനെ പിമ്പിൾസ് വരാൻ കാരണം? എങ്ങനെയൊക്കെ സൽമയ്ക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാം? എങ്ങനെ അതിനെ ഒരു പരിധി വരെ അതിനെ കുറയ്ക്കാം? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇതിന്റെ റീസൺ പറയണം. ഓക്കെ, സൽമ എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് ഇങ്ങനെ വന്നു, എന്താണ് അതിന്റെ റീസൺസ് എന്നാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആയോ ഇപ്പൊ അമർനാഥിന്? എല്ലാരും ആൻസർ അയച്ചേ. ജസൂൽ, ആർ യു ദേർ? I think you have some network issues, but I'm not able to hear you, Jasool. I would like ഞാൻ വായിക്കുന്നുണ്ട് ആൻസേഴ്സ്. Okay, I'm starting to read your answers. I would like Dhruv, can you tell me what did you understand by the question? അതായത് ക്വസ്റ്റ്യന്റെ ആൻസർ അല്ല ഞാൻ എക്സാക്ട്ലി ചോദിക്കുന്നത്, but can you just tell me what do you think by hearing this question? Teacher, during the adolescence, this Salma has pimples on her face. Okay, pimples vannittundu, right? Okay, fine. So that is what you have understood. Now, Dhruv, can you tell me, do you try to connect this with any of the changes at puberty that can happen to that girl? ഇത് നമ്മുടെ puberty നടക്കുന്ന ചേഞ്ചസിന്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നുണ്ടോ ധ്രുവിന്? Acne. Teacher, the acne. Do you think that it is a change at puberty or it is some other change? Pubertyയുടെ ഭാഗമാണോ അതോ pubertyയുടെ ഭാഗമല്ല വേറെ എന്തെങ്കിലും കാരണമാണെന്നാണോ? What do you think? Puberty കാരണം വന്ന ചേഞ്ച് അല്ല എന്നാണോ ധ്രുവ് പറയുന്നത്? Yes, teacher. Okay, we will see. Okay, we will discuss. Fine. Angelina, are you there? Angelina, Yes, can you ma'am. tell me what do you think by this question? Okay. Pimples are normal for both boys and girls at the time of puberty, and also it is formed due to the clogging of oil and dead skin from our face. And also to prevent it, we could wash our face minimum 2 times a day, which cleans our face and also prevents pimples. Very good. Okay, there is one small point that I would like. Neve, would you like to add any other points? Would you like to add any other points? Vegaute. Yeah, ma'am. What is your point? Sridhwani, are you there? Vaiga? Yes. Sriya? Sridhwani പറഞ്ഞോളൂ. What is your point of view from the answer? What Angelina said, do you support her answer? Angelina പറഞ്ഞത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? Ma'am, yes. Yes? Why? Ma'am, because she has to wash her face, ma'am. Ma'am, because she has entered puberty and her oil glands are producing. Very good. That is what I was looking for. Yes, oil glands inde activity കൂടിയിട്ടുണ്ട്, right? So her
sweat glands and sebaceous gland, that is oil glands, have increased their activity, right? And that is why, clear aano Dhruv, you were not there in yesterday's class, that's okay. Ipo manasilayo Dhruvana? Yes, we discussed that yesterday, okay? You can watch the recorded session so that it will be clear to you. Andrea, you would like to add any other ways in which she can prevent it? Yes, Tell me. എന്തൊക്കെ മെഷേഴ്സ് എടുക്കാം? വാഷ് യുവർ ഫേസ്. ഓക്കെ, വാഷ് യുവർ ഫേസ്. പിന്നെ ഓക്കെ, 1 point ആയി. I would like somebody else can add one more point. Okay, Dhyan, tell me what other ways in which you can prevent it? Sane is the common skin's condition that occur during adolescence year. It occurs due to increased oily secretions from the skin during adolescence. Sane is a condition while pimples are manifestation of it. എഴുതി വെച്ചിട്ടുണ്ടല്ലേ? പറഞ്ഞ എന്നോട് എന്താ പിമ്പിൾസ് എന്ന് വെച്ചാൽ? പിമ്പിൾസ് ആർ എ മാനിഫെസ്റ്റേഷൻ ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞില്ലേ? മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ചാൽ എന്താ? വാട്ട് ഇസ് മീൻ ബൈ മാനിഫെസ്റ്റേഷൻ? എന്താ മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ചാൽ? വാട്ട് ഇസ് മീൻ ബൈ മാനിഫെസ്റ്റേഷൻ? ഇപ്പൊ ധ്യാൻ വായിച്ചാല് മാനിഫെസ്റ്റേഷൻ എന്ന വാക്കുണ്ട് അല്ലെ? whatever you have answered is correct. നോക്കി വായിക്കുന്നതിൽ എനിക്ക് വലിയ യോജിപ്പില്ലെങ്കിലും എനിക്ക് വലിയ പ്രശ്നമില്ല. ബട്ട് സ്റ്റിൽ I just want to know you have understood that or not. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. What is mean by manifestation of it? എന്താ മാനിഫെസ്റ്റേഷൻ ആണെന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം എന്താ? After puberty. Can you just tell me what are the ways by which Salma can prevent it? എങ്ങനെയൊക്കെ prevent ചെയ്യാം? എങ്ങനെയൊക്കെ prevent ചെയ്യാം? Okay, there is some background noise coming up. Have to stop oily foods. Oily foods കഴിക്കുന്നത് വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം. Okay, that is also correct. Fine. Anna, you would like to add any other point? Come on. Wash face daily twice and Okay. Jasul, you would like to add any other point? Yeah, correct. Okay. Jasul, you would like to add any other point? Yes, ma'am. പറഞ്ഞോളൂ. Yes, ma'am. When we get pimples in our face, you should not break the pimples. Very good. We should not break it, right? We should not break it. We should not touch it often. ഒരുപാട് നമ്മള് അതിനെ തൊട്ട് തലോടാൻ പോവരുത്, right? We should not touch it often as well. Correct. Perfect. So I think it is clear. Go in the dusty areas unless you have cover on the pimples. Okay, fine. അതായത് അധികം ടെസ്റ്റ് ഒന്നും അതിലേക്ക് okay, otherwise it will get more and more severe അല്ലേ? Okay, fine. Devananda, you would like to say? Yeah, come on. Yes, everyone please go through the answer. Okay, I'm reading all your answers. Devananda, you have read your answer. When we have pimples on our skin, we need to drink more water and we need to hydrate. We need to hydrate as well. We have to hydrate. We have to drink more and more water. That is also correct. Very good. Yes, Krishnapriyaki പറയണം. Yes, Deeksha, I read your answer. Deekshയുടെ ആൻസറിൽ ഓയിൽ ഗ്ലാൻസിന്റെ കാര്യം കൂടെ മെൻഷൻ ചെയ്യണം. ഓക്കെ, ഓയിൽ ഗ്ലാൻസിന്റെ കാര്യം കൂടെ മെൻഷൻ ചെയ്യണം. യാ, പറഞ്ഞോളൂ. നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് ഓയിലി ആവുമ്പോ നമ്മൾ സെറ്റ് ആവുമ്പോ അവിടെ ഒരു ഹോള് പോലത്തെ ഒരു ഇതുണ്ട് നമ്മുടെ ഫേസില്. അപ്പൊ ഓയിലി ടൂ മച്ച് ആവുമ്പോ നമ്മുടെ ഫേസിലത്തെ ആ ഹോൾസ് അടയും. അങ്ങനെയാണ് പിമ്പിൾസ് വരുന്നത്. വെരി ഗുഡ്. പിമ്പിൾസ് എങ്ങനെയായിട്ടാ കാണുന്നത്? റെഡിഷ്, സ്മോൾ കളേർഡ് ആയിട്ടുള്ള റെഡിഷ് പിമ്പിൾസ് അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, വെരി ഗുഡ്, അമേസിംഗ്. നിങ്ങൾ പറഞ്ഞോളൂ. അതാരാ? ജസൂലാണോ? Yes, ma'am. You guys are breaking, ma'am, when talking. Am I breaking now? Am I breaking now? Okay, but no, ma'am. Sometimes you and the question telling students are breaking the voice. So I can't understand. Students are breaking. Because students are breaking. Maybe students കൂടെ break ആവുന്നുണ്ട്, ഞാനും break ആവുന്നുണ്ടെങ്കിൽ maybe just ഒന്ന് നെറ്റ്വർക്ക് ഇഷ്യൂസ് അവിടുത്തെ ചെക്ക് ചെയ്യണേ. Okay? Yes, fine. I think if it was because we have severe rainfall with thunderstorm. Oh, okay, So okay, I think fine.
Yeah, maybe. Yeah. Can I Okay. leave now? Yes. Yeah. We are almost done with almost all the questions, I guess. Yeah, we are almost done with almost all the questions. And now I have just a small question. One more question is left that I would like. There are few students who I actually tried unmuting. Vaiga, Neelima, are you there? Wait, one more question is there. Vaiga, Isa, I think you unmuted. Adhika, I tried unmuting you. Danvin, Sriya, are you there? മൃദുൽ ഞാൻ മൃദുലിന്റെ ആൻസറിൽ ചെറിയൊരു കറക്ഷൻ വരുത്തിയിട്ടുണ്ട്. പ്യൂബർട്ടി എന്ന് മാത്രമേ മൃദുൽ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ട്രൈ ടു ആഡ് ദ വേർഡ് ആക്നി ആസ് വെൽ. ഓക്കെ, ആക്നിയുടെ ഓയിൽ ഗ്ലാൻസിന്റെ കാര്യം കൂടെ പറയാനുണ്ട്. ക്ലിയർ അല്ലേ? ആരുടെയോ മൈക്ക് ഓൺ ആണ്. ആരായിരുന്നു അത്? സേ ഹായ്. ഹൂസ് ദാറ്റ്? ആരായിരുന്നു അത്? യെസ്. Okay, one last question, everyone. One last question, an MCQ based question. Okay, come on. One last question. Come on, everyone. Somebody's mic is on. Can you all just make sure that it is off, please? Amarnath, you have to answer this question. Everyone, please make sure that you're answering this question in the chat box. Amarnath, ഒരു മിനിറ്റ് കൊടുത്തേ അവർക്ക്. Can you just give 1 minute to everyone to answer? Yes. I want to answer. Everyone, come on. What is the answer for this question? അമർനാഥ് പറഞ്ഞോളൂ. അശ്വിൻ, എത്രയാ? ഏതാ? D ആണ്. Okay, Ashwin, what do you think? What is the answer? Ma'am, hello. പറഞ്ഞോളൂ. What do you think? Ma'am, is D. D ആണ്. Adnan, what do you think? What is the correct answer? D. Neelima? D. Okay. Why? Mridul, are you there? Yes. Why it is D, Mridul? Why it is D? Because the oil glands and Very good. Oil glands. And sweat glands are പറഞ്ഞോളൂ. കറക്റ്റ് ആണ്. ആർ ആക്റ്റീവ് അല്ലെ? ആർ മോർ ആക്റ്റീവ് ഡ്യൂറിംഗ് പ്യൂബർട്ടി അല്ലെ? വെരി ഗുഡ്. ഊർമിള, ഐ ട്രൈഡ് അൺമ്യൂട്ടിംഗ് യു. ഊർമിള എവിടെയായിരുന്നു? Can you just unmute yourself? മൈക്ക് വർക്കിംഗ് അല്ലേ? പറഞ്ഞോളൂ. മാം D ആണ്. ഊർമിള, ടെൽ മീ വാട്ട് ഇസ് മെനാർക്ക്? എന്താ മെനാർക്ക് എന്ന് പറഞ്ഞാൽ? ഓർമ്മയുണ്ടോ? മെനാർക്ക് എന്ന് പറഞ്ഞ ടേം ഓർമ്മയുണ്ടോ? വാട്ട് ഇസ് മെനാർക്ക്? എവിടെയാ നമ്മളിത് കണ്ടത്? ഏത് സെക്ഷനിലാണ് നമ്മൾ ഈ മെനാർക്ക് കണ്ടത്? ഏത് ഡിസ്കസ് ചെയ്യുമ്പോഴായിരുന്നു? കറക്റ്റ് ആണ്. പറഞ്ഞോളൂ. ടെൽ മീ, കം ഔട്ട്, സ്പീക്ക് അപ്പ്. തെറ്റിപ്പോയാലും ഇറ്റ് ഇസ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. തെറ്റിപ്പോയാലും ഒരു ആൻസർ അല്ലേ, അത് കുഴപ്പമില്ല. നമ്മൾ എവിടെയാ മെനാർക്കിനെ പറ്റി ഡിസ്കസ് ചെയ്തത്? I can't unmute my mic. വെരി ഗുഡ്. മെൻസ്ട്രേഷന്റെ സമയത്ത് അല്ലേ ഊർമിള? സോ മെനാർക്ക് എന്താണ്? ഇറ്റ് ഇസ് ദ മെനോപോസ് എന്തായിരുന്നു? വാട്ട് വാസ് മെനോപോസ്? Is the natural shedding. Okay, natural shedding of the uterine lining അല്ലെങ്കിൽ blood അല്ലേ? Okay, fine. That is menstruation. Now I am asking, what is menarche? ഈ menstruation എപ്പോഴാ സ്റ്റാർട്ട് ആവുന്നത് ഊർമിള? When is it starting? Age 10 to 19. Okay, 10 to 19 whole adolescence ആണ്. നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ഏജിന് എന്ത് പറയും? അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ പീരീഡിന് എന്ത് പറയും? വെരി ഗുഡ്. പ്യൂബർട്ടി അല്ലേ? സോ നൗ വെരി ഗുഡ്. സോ പ്യൂബർട്ടിയിൽ സ്റ്റാർട്ട് ആവുന്ന ആ ഫസ്റ്റ് മെൻസ്ട്രൽ ഫ്ലോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹമാദ്, ആർ യു ദേർ? ഹമാദ് എവിടേക്കോ പോയി. ഋഷ്വ, പറഞ്ഞോളൂ. What is it called as? Advait, what is it called as? What is menarche? It is the Advait, what is menarche?
Unmute ചെയ്തേ അദ്വൈത്. You know the answer. What is menarche? നമ്മൾ പഠിച്ചതല്ലേ menopause is the stoppage of menstruation ആണെങ്കിൽ menarche എന്തായിരുന്നു? ക്രിസ്റ്റി menarche എന്തായിരുന്നു? Okay, ഹരിഹർ പറയുന്നുണ്ട്. ഹരിഹർ പറയൂ. Ma'am, it is the starting of menstruation. Okay, starting of menstruation അല്ലെങ്കിൽ starting of menstrual flow അല്ലേ? ഋഷ്വ, Yes, ma'am. I tried unmuting you. Okay, Ashwin എപ്പോഴാ menarche സംഭവിക്കുന്നത്? It is happening at the time of The first flow of menstruation. The first flow. First flow of menstruation. Advait menstruation spelling ശ്രദ്ധിക്കണേ. Menstruation. Okay. Menstruation. Clear അല്ലേ? At the puberty it will begin അല്ലേ? Okay, fine. I'm so glad നിങ്ങൾ എല്ലാവരും ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. But now we are at the end of the session. But before leaving, I would like Kessa, please stay back in the class. Rest of you may leave, okay? Rest of you may leave, and that's all for today. And thank you. നിങ്ങൾ എല്ലാവരും നല്ലോണം ആക്റ്റീവ് ആയിരുന്നു. എല്ലാവരും നല്ലോണം ക്ലാസ് ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ട്. ഐ എം സോ ഗ്ലാഡ് അബൌട്ട് യുവർ റെസ്പോൺസസ്. ഒരുപാട് പേര് നമ്മൾ പഠിച്ച ഡെഫിനിഷൻ അല്ലാതെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ തിരിച്ച് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഇറ്റ് ഇസ് റിയലി ഗുഡ് ടു ഹിയർ ദാറ്റ് ആൻഡ് കീപ് ഇറ്റ് അപ്പ്, ഓക്കെ? ഇറ്റ്സ് ഗുഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്. ഒരിക്കലും ബയോളജി ഇതേപോലുള്ള സയന്റിഫിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഒന്നും ബൈ ഹാർട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ജസ്റ്റ് ലൈക്ക് ഹൗ യു ഡിഡ്. It's good, okay? We will meet on day 3 concept. It might happen in the next week or next week, okay? അപ്പൊ നമുക്ക് കാണാം. Fine? That's all for today. Thank you. Take care. Bye-bye. Thank you. Thank you. And Kessa, please stay back in the class, okay? Yes, Thank rest you, of you may leave. Thank you. Thank you. Bye-bye. Bye-bye. Thank you. Ma'am, I have doubt. Height after periods. Height വെക്കുന്നത് okay. Hi, who's that? Bye. Yeah, Anna, height വെക്കുന്നത് is just because of അതായത് periods ആയതിനു ശേഷമല്ല, മോസ്റ്റ്ലി നമ്മൾ adolescence starting adolescence സ്റ്റാർട്ടിങ്ങിൽ തന്നെ ബോൺസ് വളരാൻ തുടങ്ങും. ഓക്കെ, നമ്മൾ ഗ്രോത്ത് പ്ലേറ്റ്സ് എന്ന് പറയും. നമ്മുടെ ഗ്രോത്ത് പ്ലേറ്റിൽ നിന്നാണ് ബോൺസ് വളരാൻ തുടങ്ങുന്നത്. സോ ഇറ്റ് ഹാപ്പൻസ് അറ്റ് ദ ടൈം ഓഫ് അഡോളസൻസ്. പീരീഡ്സ് ആയതിനു ശേഷം വെക്കുന്നത് ഇറ്റ് ആക്ച്വലി എ കണ്ടിന്യൂസ് പ്രോസസ്. ഒരു 10 to 19 ഇടയിലൊക്കെ ഹൈറ്റ് എങ്ങനെ ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും. അത് ബോൺസിന്റെ ലെങ്ത് ഇൻക്രീസ് ആവുന്നതുകൊണ്ടാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. Thank you. Rest of you may leave. Devananda, Rishwa, Adnan, and Danvin. You may leave. If you don't have any doubts, you may leave. Okay? Bye-bye. Yes, Kessa, are you there? Yes. Bye. Yes, bye. Kessa, are you there? Kessa, kekkunnando? Yes, ma'am. Kessa, is your parent over there? Is your parent there? Yeah. Yeah. Can you just turn on your camera and can I just meet your parent? Yes. Hi, I'm Anaga. Yes, hi, I'm Anaga. ഇന്ന് നമുക്ക് വർക്ക്ഔട്ട് സെഷൻ ആയിരുന്നു ബയോളജിയുടെ അഡോളസൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ. കെസ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. കെസ ക്ലാസ്സിൽ കുറച്ചുകൂടി അറ്റൻറ്റീവ് ആയിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ്. ഇനിയുള്ള ഡേയിൽ നമുക്ക് ഒരു ഡേയും കൂടെ ബാക്കിയുണ്ട്, day 3. അതിന്റെ കോൺസെപ്റ്റ് മോസ്റ്റ്ലി നെക്സ്റ്റ് വീക്ക് വരും. അപ്പൊ കെസക്ക് എന്തെങ്കിലും മേക്ക് ഷുവർ കെസ ഇപ്പൊ വായിക്കുന്നുണ്ടോ ബയോളജി ടെക്സ്റ്റ് ബുക്ക്? ഇന്നലെ വായിച്ചിരുന്നോ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം? വായിച്ചായിരുന്നു. ഓക്കെ, സോ day 3ലും കെസയോട് കുറച്ചും കൂടെ അറ്റൻറ്റീവ് ആയിട്ടിരുന്ന് ഇതേപോലെ റെസ്പോണ്ട് ചെയ്യാൻ പറഞ്ഞു. ഷീ ആക്ച്വലി റെസ്പോണ്ടഡ് ഇൻ എ വെരി ബ്രില്യന്റ് വേ ടുഡേ. ഓക്കെ, സോ ദാറ്റ്സ് ഐ ജസ്റ്റ് വാണ്ട് ടു കൺവേ. ഫൈൻ. So I actually expect her to put more effort in learning and she can do that. Okay, thank you. Take care. Bye-bye. Thank you. Bye, Kessa. Bye.